ഹലോ, ഗുഡ് ഈവനിങ്. അപ്പൊ എല്ലാവരും നമ്മളെ യുണീക് ടോക്ക് 69 ഇൻവൈറ്റ് ചെയ്യാണ് അല്ലേ. 69 ആഴ്ചയായി. അത് പറയുമ്പോൾ നമുക്കൊരു വികാരം കിട്ടുന്നുണ്ട്. യോ, 69 ആഴ്ച നമ്മൾ ഇത് ചെയ്തു എന്നില്ല. ഒരാഴ്ച പോലും ഇവൻ നമ്മളെ യുണീക്നെസ് ഫെസ്റ്റ് കഴിഞ്ഞതൊക്കെ ഒരു ഗ്രാൻഡ് ഇവന്റ് ആയിരുന്നു. അതിന്റെ തലേന്ന് പോലും നമ്മൾ ഡിലേ ആക്കിയിട്ടില്ലായിരുന്നു. ഇന്നിപ്പോ നാളെയും അത്യാവശ്യം തിരക്കേണ്ടി, പക്ഷെ നമുക്കിത് ചെയ്യണം എന്നുള്ള നിർബന്ധമായിരുന്നു. ഇതിന്റെ ഇടയിൽ നമുക്ക് അതിന്റെ അടിപൊളിയായിട്ടുള്ള ഒരു ഗസ്റ്റ് ടോക്കും കൂടെ നിങ്ങളുടെ ഒക്കെ റിക്വസ്റ്റ് ബേസിലും കൂടെ നമ്മൾ അറേഞ്ച് ചെയ്തൊരു ടോക്കാണ് ഇന്നുണ്ടായിരുന്നത്. അഫ്സൽസേനും കറക്റ്റ് സമയത്ത് എത്തി. നമ്മള് ഇന്നെന്തോ ഒരു രസമില്ല, ഒരു എക്സൈറ്റഡ് ആയിട്ടില്ല. നമ്മള് ആ ഒരു ടീമിന്റെ രീതി പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചതിലേക്ക് നമ്മളെ പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ രജിസ്ട്രേഷൻ ക്ലോസ് ആയതിന്റെ ഹാപ്പിനെസ്, മെഗാ ഇവന്റിൽ നമ്മൾ കുറെ ഗൈഡഡ് ടോക്കിന്റെ ഓഫ്ലൈൻ സ്റ്റേജിൽ നമ്മളെ ബുക്ക് കുറെ സെയിലായി പോയിന്റ് ഹാപ്പിനെസ്, കുറെ റിവ്യൂസ് കേട്ടതിന്റെ ഹാപ്പിനെസ്, അങ്ങനെ കുറെ കുറെ സന്തോഷങ്ങളിൽ ഉള്ള ഒരു ഇൻട്രോ, അല്ലെങ്കിൽ എന്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടോ ഭയങ്കര തിളച്ചുള്ള പോലെ. ആ ഒരു ഭയങ്കര ഹാപ്പി മൊമെന്റിൽ ഇരുന്നിട്ടാണ് ഇപ്പൊ ഷെയർ ചെയ്യുന്നത്. അപ്പോഴാണ് 69ാമത്തെ ആഴ്ചയിൽ യൂണിക് ടോക്ക് എത്തിയതും കൂടെ പറയുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റായി ഇതിൽ സ്റ്റാർട്ടിങ് മുതലേ ഇവിടെ ഉള്ളവരുണ്ട്. ഷംന മാം ഒക്കെ കുറേ ആയി സ്ഥിരമായി കയറുന്നവരാണ്. പുതിയ പേരുകൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. 69 ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. എല്ലാ ശനിയാഴ്ചയും 8 മണിക്ക് നിങ്ങളുടെയൊക്കെ ലൈഫിൽ അടിപൊളിയാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തെന്ന് പോകുന്ന ഒരു ടോപ്പിക്കാണെന്ന്. ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത് നമ്മൾ ചെറിയ കാര്യങ്ങളിലെ വലിയ ലോകം എന്നില്ലാണ്. എടുക്കുന്ന ആളെ ടോപ്പിക്കിനെ കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞാൻ നിങ്ങളെല്ലാവരും അഫ്സൽ സാറിനെ ഇൻവൈറ്റ് ചെയ്യാന്നുള്ളതാണ്. ബാക്കി അഫ്സൽ സാർ ഡീൽ ചെയ്യും. ഒരുപാട് സന്തോഷം. 31 ആളുകൾ 8 കാലമായപ്പോഴേക്ക് അടിപൊളിയായി ജോയിൻ ചെയ്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ അടിപൊളി പേഴ്സൺ ആണെന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ റിമൈൻഡ് ചെയ്യാം. അതുകൊണ്ടാണ് പല കാര്യങ്ങൾ ചെയ്യാനുണ്ടായിട്ടും നിങ്ങൾ ഇവിടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളെ എവിടേക്കോ അടിപൊളി ആയതുകൊണ്ട്, അടിപൊളി ആവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ സെൽഫിനെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് ഒന്നും കൂടെ നമ്മളെ വിത്ത് ഓൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ് അഫ്സൽ സാർ വെൽക്കം ചെയ്യാം. വെൽക്കം സർ. താങ്ക് യു മിസ്സ, താങ്ക് യു സോ മച്ച്. ഇന്ന് സത്യം പറയാലോ, ഭയങ്കര അൽഹംദുലില്ലാ, ഒരു ഭയങ്കര രാവിലെ എണീറ്റ് ഒരു 4-4:45 തൊട്ട് ഈ സമയം വരെ ഫുള്ള് ഹൈറാണ്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. എന്നാലും അപ്പൊ അങ്ങനത്തെ ഒരു ദിവസം. അപ്പം കറക്റ്റ് ഈ സമയത്തേക്ക് ഇല്യാസ്കാക്ക് ഇൻട്രോ എനിക്ക് തന്നെ കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെ ഓടിപ്പടിച്ച് ബ്ലോക്കിന്റെ ഇടയിൽ കൂടെ കൂടി വരികയാണ്. അതായത് അൽഹംദുലില്ലാ സമയത്ത് എത്താൻ പറ്റിയൊരു സന്തോഷം. എല്ലാ തവണയും തുടങ്ങും പോലെ വിത്ത് ഹോൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ്, ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടെ നമ്മളുടെ 69ാമത്തെ ആഴ്ചത്തെ യുണീക് ടോക്ക് നടക്കാൻ പോവാണ്. അപ്പൊ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഒരുപാട് ഹൃദയം കൊണ്ടും എന്താ പറയാ സോള് കൊണ്ടും അല്ലെങ്കിൽ ആത്മാവ് കൊണ്ട് പോലും സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ചോദിക്കുമ്പോൾ തന്നെ ആ ആളിലേക്ക് കിടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് സാധാരണ നമ്മൾ എല്ലാ വീക്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചോദിക്കുന്നതിന് മുന്നേ ഒരു കാര്യം നമ്മൾ റിമൈൻഡ് ചെയ്യാറുണ്ട്. 3 കാര്യങ്ങൾ സാധാരണ പറയണ്ട, പക്ഷെ ഇന്ന് ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ക്ലാസ് എടുക്കുന്ന സമയത്ത് എല്ലാവരും ഒരു ചൈൽഡ് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ മനസ്സോട് കൂടി ഇരിക്കാൻ ശ്രമിക്കുക. ദാറ്റ് മീൻസ് നിങ്ങളെല്ലാവരും പല വിധത്തിലുള്ള പല മേഖലകളിൽ എക്സ്പെർട്ടുകളായിരിക്കും, ഒരുപാട് അറിവുകൾ ശേഖരിച്ചിട്ടുള്ള ആളുകളായിരിക്കും, ഒരുപാട് ജീവിത അനുഭവങ്ങളിലൂടെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഒരു കുട്ടിയുടെ ക്യൂരിയോസിറ്റിയോട് കൂടി പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും, കിട്ടുന്നതിലെ പുതിയ എന്തെങ്കിലും, ചിലപ്പം നമ്മൾക്ക് അറിയുന്ന കാര്യം തന്നെ വേറൊരു പേഴ്സ്പെക്റ്റീവിൽ ചിലപ്പോൾ മനസ്സിലാക്കി തന്നേക്കാം. അപ്പൊ ആ രീതിയിൽ ഒരു ചെറിയൊരു കുട്ടിയുടെ മനസ്സോട് കൂടി ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും ചോദിക്കുമ്പോൾ ഓരോരുത്തരും ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണെന്ന് ജസ്റ്റ് ഒന്ന് താഴെ മെൻഷൻ ചെയ്യോ. ഇല്യാസ്ക ഒറ്റ മിനിറ്റ്, നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം അതുകൊണ്ടാണ് ഒരു ഫ്ലോറിൽ പോയ. ഷിബില മാം മലപ്പുറം അറിയാം, സുഹറ മാം കണ്ണൂർ. താഴത്തൊന്ന് ജസ്റ്റ് നിങ്ങളെ ഡിസ്ട്രിക്റ്റ് മാത്രം ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഹായ് ഉണ്ടല്ലേ മലപ്പുറം, ഹർഷിത കാലിക്കറ്റ്, മുബ്സി കാസർഗോഡ്, വഫ മലപ്പുറം, ഹബീബ പാലക്കാട്, ഷംന ട്രിവാൻഡ്രം, ഫൗസി ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് ആൾക്കാരുണ്ട് കേട്ടോ. തസ്സീൻ മാം കാലിക്കറ്റ്, നൂർജഹാൻ ട്രിവാൻഡ്രം എഴുതിയതായിരിക്കും. ആയിഷ മാം കോഴിക്കോട്, അത് നാളെ പ്രോഗ്രാമിൽ വരുന്ന ആയിഷ മാം ആണല്ലോ. റസിയ മലപ്പുറം, തമാസ്ക കോഴിക്കോട്, നസീറ ട്രിവാൻഡ്രം, മുബഷിറ മലപ്പുറം, നിഷാർക്ക മലപ്പുറം പാലപ്പെട്ടി, നസ്രി കണ്ണൂർ, ഭറുനിസ മാം തൃശൂർ, റഹ്മത്ത് മലപ്പുറം, നൂർജഹാൻ ട്രിവാൻഡ്രം. താങ്ക് യു സോ മച്ച്. ഇന്ന് വേറെ പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. സാധാരണ റിപ്ലൈ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരെ കണ്ട് കൂടുതൽ ആൾക്കാർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. മാജിദ, നമ്മളെ പേര് തന്നെയാണല്ലോ, മലപ്പുറം, സൂം യൂസർ പൂനൂർ, മുബീന പൂനൂർ,
ഏതായാലും താങ്ക് യു സോ മച്ച് ഫോർ റെസ്പോണ്ടിങ്. ഇനി നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിലും കുറച്ച് ഡിലേ ആയി പോയതിലും നമ്മളൊരു അപ്പോളജി അറിയിക്കുകയാണ്. ഇനി നേരെ നമുക്ക് സെഷനിലേക്ക് കടക്കാം. കൂടുതൽ ഒട്ടുമിക്ക സ്ഥിരമായിട്ട് യൂണിക് ടോക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് പരിചിതമായിട്ടുള്ള പദമാണ്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മൾ പറയുന്ന ടോപ്പിക്കുമായിട്ടുള്ള വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ട് നമ്മളെ കൂടി ചിന്തിക്കുന്ന രീതിയിലുള്ള അറിവുകൾ നൽകുന്ന മനുഷ്യനാണ്. അപ്പം ഇല്യാസ് ഖാനെ പറ്റി പറയാൻ, ഞങ്ങൾ ഒരുമിച്ച് ഒരു ഇനോണ്, നമ്മുടെ അഫ്ലസാറിന്റെ ഒരു ഇനോണിലെ റിഫൈൻ ആയിട്ടുള്ള ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ഞങ്ങൾ ഒരുമിച്ച് അറ്റൻഡ് ചെയ്തിരുന്നു. ആ പ്രോഗ്രാമിലെ ബെസ്റ്റ് ട്രെയിനർ, ബെസ്റ്റ് പെർഫോമർ ആയിരുന്നു ഇല്യാസ് ഖാൻ. അതെ, ആ ബെസ്റ്റ് പെർഫോമർ അവാർഡൊക്കെ റിസീവ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ആ ബെസ്റ്റ് പെർഫോമർ എന്നതിലുപരി ആളുടെ പേഴ്സണൽ, ഞാൻ ഇല്യാസ്ക ഫസ്റ്റ് അസൈൻമെന്റ് ചെയ്ത സമയത്ത് ഞാൻ ഇല്യാസ്കാക്ക് മെസ്സേജ് അയച്ചു, ഇല്യാസ്ക നിങ്ങൾ വേറെ ലെവലാണ് അടി. കാരണം അങ്ങനത്തെ ഒരു രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു ആളുടെ. ദാറ്റ് മീൻസ് അതിൽ ഫസ്റ്റ് ഒരു അസൈൻമെന്റ് ഉണ്ട്, വോയിസ് അയക്കാനുള്ള അസൈൻമെന്റ്. ഒരു വോയിസ് ആണോ വീഡിയോ ആണോ ഏതോ ഒന്നിന്റെ സമയത്ത് ഞാൻ മെസ്സേജ് അയച്ച എന്റെ ഓർമ്മയിലുണ്ട്. അപ്പൊ ആളെ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് സെലക്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പൊ ആള് ഒരു മദ്രസ അധ്യാപകനായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള, ഒരുപാട് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ആളും കൂടാണ്. ഭൗതികമായിട്ടും ജീവിതപരമായിട്ടും നല്ല അറിവും കാര്യങ്ങളൊക്കെ ഓൾറെഡി ശേഖരിക്കുകയും നല്ല വായനാശീലമൊക്കെ ഉള്ള ഒരാളും കൂടെ ആയതുകൊണ്ട് രണ്ട് തലത്തിലും സോൾ ആൻഡ് മൈൻഡ് എന്നുള്ള രീതിയിൽ ബ്രെയിനും കൂടെ 3 തലത്തിലും അറിവുകൾ പറഞ്ഞു തരാൻ എളുപ്പമുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പം ഇനി കൂടുതൽ ഞാൻ പറഞ്ഞാല് ഇങ്ങനെ അധികരിപ്പിക്കുന്നില്ല. ഇല്യാസ് ഖാനെ, മിസ്റ്റർ ഇല്യാസ് പറമ്പിലിനെ ഈ യൂണിക് ടോക്ക് 16 വെൽക്കം ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഓക്കെ. കുറച്ചു നേരം കൂടിയൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നുന്ന സുഖമുള്ള ഒരു പറച്ചിലായിരുന്നു. കുറച്ചു നേരം കൂടി ഇങ്ങനെ നീട്ടിക്കൊണ്ടായാലേ രസമായിരുന്നു. ഏതായാലും കാരണം ഇങ്ങനെ പറഞ്ഞിങ്ങനെ എന്തൊക്കെയോ ഇനി പറയാനും ഇനി എന്തൊക്കെയോ ബാക്കിയുള്ളത് പോലെ ബാക്കി നമുക്ക് ഇത് സെക്ഷൻ കഴിയുമ്പോൾ കുറച്ചുകൂടി പറയാൻ കേട്ടോ. ഇതേപോലെ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. എന്തായാലും ഞാൻ ഔപചാരികമായിട്ട് തന്നെ തുടങ്ങാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമസ്കാരം, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഉള്ളതായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും സ്ഥലം പറ്റാത്തുണ്ടെങ്കിൽ അവർക്കുള്ളതും കൂടി കൊടുത്തതാണ് ആദ്യം തന്നെ. ഭയങ്കര സന്തോഷമുണ്ട്. അതോടൊപ്പം ഭയങ്കര ഒരു സങ്കടമുള്ള ഒരു ദിവസം കൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി. ഞാനിപ്പോ ഈ ഒരു ഈവനിങ് മിസ്സിനെ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, നമുക്ക് 8 മണിക്ക് തുടങ്ങിക്കൂടെ, പ്രിപ്പയർ അല്ലേ എന്നാ ചോദിച്ചത്. ഞാൻ മുമ്പൊരിക്കൽ മജീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പരിപാടിക്ക് പ്രിപ്പയർ ആയി പോവുക എന്നുള്ളത് പൊതുവെ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യമല്ല. അപ്പോഴെന്താണ് ലതുന്നിയായ ഒരു ഇൽമ എന്ന് പറയും. അത് പൊതുവെ ഈ അധ്യാപകർക്ക് നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മളൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത്, ട്രെയിനേഴ്സിന് പ്രത്യേകിച്ച് കേട്ടോ, ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ സമയത്ത് കിട്ടുന്ന കുറച്ച് അറിവുകളുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഉണ്ടാകൂല. പക്ഷെ ഒരു വിഷയം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ, നമുക്ക് ആൾറെഡി അറിയുന്ന കുഞ്ഞു കാര്യമായിരിക്കും, പക്ഷെ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് ഹർട്ട്ഫുൾ ആയിട്ട് തോന്നുന്ന കുറെ സാധനങ്ങൾ ഉണ്ടാകും. ലതുന്നിയായ ഇൽമ എന്ന് പറയും അതിന് അറബിയിൽ കേട്ടോ. അപ്പൊ അങ്ങനെ ലതുന്നിയായിട്ടുള്ള കുറെ അറിവുണ്ട് എന്നല്ല, അത് പല സമയത്തും പറയാൻ കിട്ടാറുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ഞാൻ കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒന്ന്, ഇത്രയും തോന്നെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് കുട്ടികളല്ല, കുട്ടികളുടെ മനസ്സുകൊണ്ട് ഇരിക്കുന്ന ആളുകളാണ്. അപ്പോ പറഞ്ഞു തരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയാൻ കിട്ടണമല്ലോ എന്നുള്ള നിലക്ക് നിന്നതാണ്. ഞാൻ ആദ്യം ഒന്നാമത് എൻ്റെ മൈൻഡ് സെറ്റ് അത്ര ക്ലിയർ അല്ല. ഐ മീൻ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു കൂടെ BEdന് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഇന്ന് സൂയിസൈഡ് ചെയ്തു. എൻ്റെ ഫാത്തിമ ബി എന്ന് പറയും. പക്ഷെ അവരുടെ ആഹ്റം വിളിച്ചാക്കി കൊടുക്കട്ടെ, പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. ആൻഡ് റീസൺ ഒന്നും അറിയൂല. പക്ഷെ അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം, മരിച്ച കാര്യം എന്നാണ് അറിയുന്നത്, ഇന്നലെയാണ് മരിച്ചിട്ടുള്ളത്. ഓക്കെ. എന്ന് വെച്ചാൽ ഞങ്ങളായിട്ട് ആരും കോണ്ടാക്ട് ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. ആൻഡ് ഭയങ്കരമായിട്ടൊരു ഷോക്കായിരുന്നു. അത്ര വലിയ കമ്പനിയുള്ള ആളൊന്നും അല്ല കേട്ടോ. പക്ഷെ എനിക്ക് അറിയാം നന്നായിട്ട്, നമ്മൾ നേരിട്ട് കണ്ട് 2 വർഷം കൂടെ പഠിച്ചിട്ട് ഒരാള് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പോയി എന്ന് കേട്ട സമയത്തുള്ള ഒരു ബുദ്ധിമുട്ട്. ആൻഡ് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു ഡിപ്രഷൻ ആയിരുന്നു, എന്തോ ഒരു ഡിപ്രഷനോ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞു. ആരെങ്കിലും ഒരാളൊന്ന് സംസാരിക്കാനുണ്ടായിരുന്നു എങ്കിൽ ഒരു പക്ഷേ സംഭവിക്കില്ലായിരുന്നു. ഏതായാലും ചെറിയ അവരെ കാര്യങ്ങളില് വീട് എവിടെയാ ഇല്ലാത്ത? എനിക്ക് അറിയൂല കറക്റ്റ്, അവിടെ സ്ഥലമോ കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റ് അറിയൂല കേട്ടോ. ഇവിടെ അവിടെ നിങ്ങള് തന്നെയോ? മലപ്പുറം ഭാഗത്തല്ലേ? മലപ്പുറം ഭാഗത്താണോ? ആണെന്ന് തോന്നുന്നു. അതെ, 3 കുട്ടികളുണ്ട് അല്ലേ? അത് എനിക്ക് കറക്റ്റ് അറിയൂല കേട്ടോ. അവരുടെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കറക്റ്റ് അറിയൂല.
ഓക്കെ. അവരുടെ സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയൂല. ഇതാണ് കാരണം എന്നുള്ളത് ആരോ ഒരാൾ പറഞ്ഞിട്ടുള്ള അറിവാണ്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എല്ലാം എന്റെ റിലേറ്റീവ് ഇന്നലെ അങ്ങനെ ചെയ്തു. അപ്പം അതിന്റെ ഓ, ഒരു അവരോട് കുറിയോട് അങ്ങനെ എന്തോ ഒന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ആണോ? അതാണോ? അതല്ല അത്. കുറിയോടത്തോ അങ്ങനെ എന്തോ ഹസ്ബൻഡിന്റെ വീട് തോന്നുന്നുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. ഇങ്ങനെ ഈ ബഷീർ ഉണ്ടല്ലോ, നമ്മുടെ എഴുത്തുകാരൻ ബഷീർ ഈ പാത്തുമ്മയുടെ ആട് എന്നുള്ള കഥയിൽ ഇങ്ങനെ പറഞ്ഞു വരുന്ന എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നിയൊരു കാര്യമുണ്ട്. പാത്തുമ്മയുടെ ആടിൽ ഇങ്ങനെ ബഷീർ ആടിന്റെ പ്രസവത്തെ കുറിച്ച് പറയുന്നുണ്ട്. കുട്ടികളൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് ബഷീർ പറയുന്നത് എങ്ങനെയാണ്, ഡും ആട് പെറ്റു, കഴിഞ്ഞു. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യം, ഡും ആട് പെറ്റു. എന്തൊക്കെയോ ആണെന്ന് വിചാരിക്കേണ്ട, അല്ലെങ്കിൽ എന്തൊക്കെയോ ആയ ഒരു സംഗതിയെ വളരെ കുഞ്ഞൊരു വാക്കിലാണ് ബഷീർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ മറന്നു പോകാറുള്ളതും ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി നമുക്ക് സന്തോഷമായിരിക്കാൻ. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, നിങ്ങൾ എന്നോട് കള്ളം പറയൊന്നും വേണ്ട, എന്നോട് നിങ്ങൾ ആരും പറയണം നിർബന്ധമല്ല. ആർ യു ഹാപ്പി റിയലി? നിങ്ങൾ ശരിക്കും ഹാപ്പിയാണോ? നിങ്ങളല്ലാന്നുണ്ടെങ്കിൽ പേടിക്കണ്ട, പഠിച്ചവൻ കൂടെ ഉണ്ട് കേട്ടോ, കാണുന്നുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ ഈ സങ്കടങ്ങൾ പഠിച്ചവൻ കാണും. ആരുമില്ലാത്ത നേരത്ത് ഏതെങ്കിലും ഒരു മൊമെന്റിൽ നിങ്ങൾ പഠിച്ചവനോട് പറയുന്നൊരു വാക്കും കേൾക്കും. അന്ന് ഒരു കുഞ്ഞിനെ പോലെ കയ്യിലേക്ക് കോരി എടുക്കുന്നത് പോലെ പഠിച്ചവൻ നിങ്ങളെ കാത്ത് കൊള്ളും. ഒരു പേടിയും വേണ്ട കേട്ടോ. സങ്കടങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല. പക്ഷേ സങ്കടങ്ങൾക്കിടയിലും നമ്മളൊക്കെ ഭയങ്കര ലക്ഷറിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ മൂഡ് ഇന്ന് കുറച്ചൊരു സാഡ് ആയിട്ടാണ്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളിലൊക്കെ അത് ഉണ്ടാകും. ബട്ട് അൾട്ടിമേറ്റ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. എനിക്ക് കുട്ടികളോട് ഞാൻ ഏറ്റവും കൂടുതൽ പറയാറുള്ള കാര്യങ്ങളാണ് ഒക്കെ ഞാൻ പറയുന്നത് കേട്ടോ. അതിന്റെ മുമ്പ് നിങ്ങളെല്ലാവരും ഈ താഴെ കുറേ ആളുകൾ, ഞാൻ ഏകദേശം 20 എത്രയോ ആളുകൾ പാർട്ടിസിപ്പൻസ് ആയിട്ടാണ്. ഞാൻ അത് പറഞ്ഞു തുടങ്ങുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഓരോരുത്തരും ആ വീഡിയോ ഒന്ന് ഓണാക്കാത്ത ആളുകൾ ഒന്ന് വീഡിയോ ഓണാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചിരിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് തിരിച്ച് ഓഫ് ആക്കിയാലും കുഴപ്പമില്ല. ആരെങ്കിലും? യെസ്, താങ്ക് യു. ആൻഡ് ഇനി ഒരുപാട് ആളുകളുണ്ട്. വെറുതെ ഒന്ന് വീഡിയോ ഓപ്പൺ ആക്കുക ആൻഡ് യു ക്യാൻ ഗോ ബാക്ക്. സന്തോഷം, ഫൗസി ആൻഡ് കുറെ ആളുകൾ. എന്തിനാന്നറിയോ? ദേ, നിങ്ങൾ ഈ വീഡിയോ ഇങ്ങനെ ഓണാക്കിയിട്ട് നിങ്ങളെ തന്നെ കാണുന്ന സമയത്ത് വെറുതെ ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ചിരിച്ച മുഖം തന്നെ കാണാൻ ഭയങ്കര സന്തോഷമാണ്. നിങ്ങളെ ചിരിച്ച മുഖം കാണാൻ എനിക്കും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. വലിയ സന്തോഷം. നോക്കിയാൽ ഞാൻ ഈ ഒരൊറ്റ വാക്കുമേല് വീഡിയോ ഓണാക്കാൻ ഒരു താല്പര്യമില്ലാത്ത ആളുകൾ വരെ ഇതാക്കണ് പതിയെ പതിയെ ഓരോരുത്തരായിട്ട് വീഡിയോ ഓണാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു വാക്ക് മതി ചില ആളുകളുടെ ജീവിതം തന്നെ സന്തോഷമാവാൻ. ഒരു പക്ഷേ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഓൺലൈനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു സെഷൻ ഇത്രയും ലോങ് ആയിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഓഫ്ലൈൻ ആയിട്ടുള്ള സെക്ഷൻസ് എടുത്തിട്ടുണ്ട്, പക്ഷെ ഓൺലൈൻ ആയിട്ട് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും. അതിൽ മിസ്ന കുറിച്ച് വെച്ചോ, ഇത്രയും തോന്നെ ആളുകൾ ഇതിന്റെ മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടോ? പിന്നെ ഇടയ്ക്ക് ലാസ്റ്റിലേക്കൊക്കെ പിന്നെയും വരാറുള്ളൂ, ഇങ്ങനെ ഒന്നിച്ച് വരാറില്ല. യെസ്, അപ്പൊ അതാണ്. സോ നമ്മുടെ സെഷൻ തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ ഇറ്റ്സ് എ സക്സസ്ഫുൾ. താങ്ക് യു ഓൾ. എന്തായാലും സന്തോഷം. ഞാൻ ഇനി പറഞ്ഞു തുടങ്ങാം കേട്ടോ. ഈ ഒരു ഫാത്തിമ ബിയുടെ മരണം കേട്ട സമയത്ത് ഞാൻ ഓർത്തുപോയ കുറെ ആളുകളുണ്ട്. എൻ്റെ കൂടെ പഠിച്ചതും അതിൻ്റെ ഇടയിൽ മരിച്ചുപോയൊക്കെ കുറെ ആളുകൾ. അവരുടെയൊക്കെ ചിരിക്കുന്ന മുഖം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ഞാൻ എപ്പോൾ ഓർത്തത് ആരെയെന്നറിയോ? ഞാൻ എന്നെക്കുറിച്ച് തന്നെയാ. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ലക്ഷോറിയസ് ആയിട്ട് ജീവിക്കുന്ന ആളാണ്. സമ്പത്തോണ്ടല്ല കേട്ടോ. എന്നും രാവിലെ ഞാൻ ഒരു 5:45 വീട്ടിൽ നിന്ന് പോകും മദ്രസയിലേക്ക്. രാവിലെ പോകുന്ന സമയത്ത് ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് താഴേക്ക് പോകുമ്പോൾ എൻ്റെ ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ടാകും, ഉപ്പ പുറത്തും ഇരിക്കുന്നുണ്ടാകും, രണ്ടാളും ഖുർആൻ ഓതുന്നുണ്ടാകും. അപ്പോൾ ഞാൻ ചെന്നിട്ട് ആദ്യം ഉമ്മാനെ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞൊരു ഉമ്മ കൊടുക്കും. ആൻഡ് എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് ചെന്നിട്ട് ഉപ്പാനെ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഉപ്പാക്ക് ഒരു ഉമ്മ കൊടുക്കും. അത് കൊടുത്ത് പോകുമ്പോൾ ഉമ്മ പറയും, കരുതി പോണട്ടോ, നോക്കിയിട്ട് പോണട്ടോ എന്ന് പറയും. ഉപ്പ പറയും, ആ എന്നായിക്കോട്ടെ എന്നാല് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ആ പോരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ദിവസം ഞാൻ മറന്നു പോയി എന്ന് വിചാരിക്കുക. അതായത് ഉപ്പാക്കിന് ഉമ്മ കൊടുക്കാൻ മറന്നു പോയാൽ
അന്ന് ഉപ്പ ചിലപ്പോൾ ഉമ്മാനോട് ചോദിക്കും അത്രേ, ഓനെന്താ എന്നോട് നീ ദേഷ്യമുണ്ടോ, എന്തെന്ന് ഉമ്മ വരാതെ പോയിട്ടുള്ളത് എന്ന്. ഒന്ന് ആലോചിക്കുകയാണ്, എന്റെ അത്ര ലക്ഷറിയസ് ആയിട്ട് എന്റെ കൂട്ടുകാരിൽ വേറെ ആരും ഇല്ല. ആ ഒരു ലൈഫിന്റെ കാര്യത്തിൽ ഐ എം 100% ഹാപ്പിയാണ്. ഏതെങ്കിലും ഒരു മൊമെന്റിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ റൂമിൽ നിന്ന് ചിലപ്പം പറഞ്ഞാണ്ട് ഉമ്മാനോട് പറഞ്ഞാണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന നേരത്ത് ഈ ഒരു എന്താണ് ഉപ്പ ഓടി വരും, പുറത്തേക്ക് ഓടി വരും, ഞാൻ അഥവാ കിസ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് അവിടെ എത്തിയിട്ട് ഇങ്ങനെ കവിള് ഇങ്ങനെ കാണിച്ചു തരും. ഞാൻ ബൈക്കുമ്പോൾ കയറിയിട്ടുണ്ടാകും, എന്നാലും കവിള് കാണിച്ചു തരും. അപ്പൊ ഞാൻ മാഷാ അള്ളാ മറന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കവിളൊരു ഉമ്മയും കൊടുത്തിട്ടാണ് ഞാൻ മദ്രസയിലേക്ക് പോവാറുള്ളത്. എന്നെങ്കിലും ഞാനത് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു മനസ്സിലുണ്ടാകും, ആ ഒരു വെയിറ്റ്. ഇന്ന് എന്തോ എന്തോ ഒരു ദിവസത്തിൽ എന്തോ ഒരു ശരിയില്ലായ്മ മനസ്സിൽ അവിടെ ഉണ്ടാകും. ആൻഡ് യുനോ, നിങ്ങളുടെ ഉമ്മയും ഉപ്പയും ഒക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു യെസ് എന്നോ അല്ലെങ്കിൽ ഇല്ലാത്തവർ നോ എന്നോ ഒന്ന് കമന്റ് ചെയ്യോ. ആൻഡ് ഇഫ് ദേ ആർ അലൈവ്, അവര് ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിൽ യെസ്. മുബ്സി യെസ്, മാജിദ് നിഷാർ യെസ് യെസ് യെസ്, ഇർഫാൻ ഹബീബ യെസ്, മാജിദ യെസ് യെസ്, ഹസീന യെസ്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ യെസ്, നസ്രി നോസി ഓക്കെ നോ, ആയിഷ ഓക്കെ, റസീന ഉപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്, ഉപ്പ ഇല്ല. യെസ് യെസ്. ഇൻഷാ അല്ലാ അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഞാൻ ഉസ്താദായിരുന്നതുകൊണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. നിങ്ങൾക്കൊക്കെ വേണ്ടി നാളെ ഇൻഷാ അല്ലാ നിങ്ങളുടെ ഉമ്മാക്കുപ്പാക്കും ഒക്കെ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാ ഞാൻ നാളെ എന്തായാലും കുട്ടികളെ കൊണ്ട് ഞാൻ ദുആ ചെയ്യിപ്പിക്കും കേട്ടോ. അതും ഇതിന്റെ കൂട്ടത്തിൽ പറയാലോ, അത്രയും തോന്നെ ആളുകൾ ഉള്ളതുകൊണ്ട്. ആൻഡ് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആലോചിച്ച് കരയാറുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ കുട്ടികളോട് ഇതേ രൂപത്തിൽ ഇത് പറയാറുണ്ട്. സോ നിങ്ങളും ജസ്റ്റ് ഞാൻ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആക്കാം, നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, മനസ്സിലിങ്ങനെ ആലോചിക്കുക. നമ്മൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഉമ്മാനോടും പപ്പാനോടും ദേഷ്യപ്പെടുന്ന ആളുകളാണ്. ഉമ്മാനോട് ദേഷ്യപ്പെടാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ചിലപ്പോൾ രാവിലെ ഇന്നും പുട്ട് തന്നെ, അല്ലെങ്കിൽ ഇന്നും മറ്റേ തന്നെ, ഇന്നും മറിച്ച തന്നെ. ഓക്കെ. ആൻഡ് ഈ രാവിലെ ഒരു ദിവസം ഞാൻ ഒരു ദിവസം സ്കൂളിൽ ട്രെയിനിങ്ങിന് വേണ്ടി പോയ സമയത്ത് അവിടുന്ന് ഈ ഒരു കാര്യം പറഞ്ഞു. ഒരു കുട്ടി കരയാൻ തുടങ്ങി. ഉമ്മാനും ഉപ്പാനെ കുറിച്ച് പറഞ്ഞ് ഒരു കുട്ടി കരയാൻ തുടങ്ങി കേട്ടോ. കരഞ്ഞ് ആ കുട്ടിക്ക് ശ്വാസം കിട്ടാതായി. ഓക്കെ. ആൻഡ് ആ കാര്യമാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാൻ പോണത്. അത് നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റ് ആവും എന്നുള്ളതല്ല, അത് ഇപ്പം പറയണം തോന്നി, ആർക്കോ ഒരാൾക്ക് ഇത് കേൾക്കൽ ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതുകൊണ്ട് ഞാൻ പറയാണ്. എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ദിവസം നിങ്ങൾ ഉമ്മാനോട് രാവിലെ എന്തോ ഒരു ദേഷ്യപ്പെട്ട്, കുഞ്ഞു കുഞ്ഞു കാര്യമാവാം വലിയ കാര്യമാവാം, ഭയങ്കര ദേഷ്യത്തിൽ വീട്ടിൽ നിന്ന് പോയി, നിങ്ങളുടെ ജോലിക്ക് പോയി, നിങ്ങൾ പഠിക്കാനുള്ള സ്ഥലത്തേക്ക് പോയി, അവിടുന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ അലുമ ഡോലുമൊക്കെ പാടി ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നേരെ വീട്ടിലെത്തിയപ്പോഴേക്കും രാവിലെ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ട്. വീട്ടിലെത്തി ബെല്ലടിച്ചിട്ട് വാതിലൊന്നും ആരും തുറക്കുന്നില്ല. ഈ വാതിൽ തുറക്കാതായപ്പോൾ അപ്പുറത്തു കൂടെ പോയിട്ട് അടുക്കള വാതിൽ തുറന്നു നോക്കി. അടുക്കള വാതിൽ ഓപ്പൺ ആണ്. അപ്പൊ നേരെ അയാൾ കയറി നമ്മുടെ റൂമിൽ കയറി ബാഗൊക്കെ അഴിച്ചു വെച്ച് ഡ്രസ്സൊക്കെ മാറി താഴത്തേക്ക് വന്നു. അതിലൊക്കത്തെ താത്താനെ വിളിച്ചാണ്ട്, താത്ത ഉമ്മച്ചി കണ്ട് വന്നിരുന്നോ? അപ്പം താത്ത പറഞ്ഞില്ലല്ലോ, ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ, ഒന്ന് രാവിലെ എപ്പോഴൊന്ന് കണ്ടിരുന്നു, പിന്നെ ഉച്ചന്റെ ശേഷം കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് റൂമിലേക്ക് ചെന്ന് നോക്കിയ സമയത്ത് റൂമില് ഉമ്മ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ നേരെ റൂമിലേക്ക് കയറി ചെന്ന് ഉമ്മാനെ വിളിച്ചു. ഉമ്മ മിണ്ടണില്ല. ഉമ്മാനെ വീണ്ടും വിളിച്ചു. ഉമ്മ മിണ്ടണില്ല. കുലുക്കി വിളിക്കാൻ തുടങ്ങി. ഉമ്മ ബേജാറ് കൂടാൻ തുടങ്ങി. വീണ്ടും കുലുക്കി വിളിച്ച സമയത്ത് ഉമ്മ കട്ടിലേക്ക് മലർന്നു വീണു. ശ്വാസം ഒന്നും കിട്ടുന്നില്ല. പിടിച്ചു നോക്കിയിട്ടൊന്നും അനക്കൊന്നും കാണുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വെപ്രാളത്തിൽ ഓടിയിട്ട് താത്താനെ വിളിച്ചു. അലോകത്ത് താത്താനെ വിളിച്ചു. താത്ത ഒന്ന് ഓടി വരുമോ? ഉമ്മച്ചി വിളിച്ചിട്ട് മിണ്ടുന്നില്ല. അപ്പോഴേക്കും അപ്പുറത്തും 2-3 ആളുകളൊക്കെ കയറി വന്നു. നേരെ ഉമ്മാനെ എടുത്തിട്ട് അപ്പോഴൊരു പ്രതീക്ഷ ഉണ്ടാക്കും, നേരെ വണ്ടിയിലേക്ക് കൊണ്ടുപോയി. ആരോളപ്പോഴേക്കും കാറായിട്ട് വന്നു. കാറിൽ കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ബാക്കിലിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഉമ്മാനെ അറിഞ്ഞ് വിളിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് എത്തുന്നവരെ പ്രതീക്ഷയുണ്ട്. ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. എമർജൻസി റൂമിലേക്ക് കൊണ്ടുപോയി. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഇല്ല കേട്ടോ, കഴിഞ്ഞിട്ടുണ്ട്, പോയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്ന നേരത്ത് മനസ്സിലാകും ഒറ്റപ്പെട്ടു പോയി എന്ന്. ഇനി ആരോട് ചെന്നിട്ടാ നമ്മൾ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുക? ആരോട് ചെന്നിട്ടാ നമ്മളെ സങ്കടം പറയുക? ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഓടി ചെല്ലണ സമയത്ത് എന്തിനാ ഉമ്മച്ചിന്റെ കുട്ടി കരയണ്, ഉമ്മച്ചിന്റെ കുട്ടി ഇവിടെ ഉമ്മല്ലേന്ന് ചോദിക്കാൻ ഒരാളുണ്ടാവൂല.
ഉമ്മയില്ലാത്ത വീട് തിരമാലയില്ലാത്ത കടല് പോലെ ശാന്തമായി തീരും. ആ വീട്ടിൽ പിന്നെ പതിയെ പതിയെ പരിഭവങ്ങൾ ഇല്ലാതായി തീരും. ആർക്കും വേണ്ടാത്ത ഒരു അനാഥാലയം പോലെ ആയിത്തീരും. പടച്ചവൻ അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എപ്പോഴും പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടിയിട്ട്. അള്ളാഹ് മാതാപിതാക്കളെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ടേ, വലാ തഖുൽ ലഹുമാ ഉഫിൻ, നിങ്ങൾ അവരോട് ഹേ എന്നുള്ള വാക്ക് പോലും പറയരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഇത് മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ഉമ്മയും അമ്മായിമ്മയും ഒക്കെ പെടും കേട്ടോ. വലാ തഖുൽ ലഹുമാ ഉഫിൻ, നിങ്ങൾ മാതാപിതാക്കളോട് ഛേ എന്നുള്ള വാക്ക് പോലും പറയരുത്. ഈ ഛേ എന്നുള്ള വാക്ക് നമ്മൾ വെറുതെ വെക്കുന്ന സമയത്ത് ഉമ്മ ഒന്നുകൂടെ എന്താണ് എന്തായിരുന്നു ഛേ പൊക്കോളൂ എന്ന് നമ്മൾ പറയൂലല്ലോ. അല്ലെങ്കിൽ ഉപ്പ ഒന്നുകൂടെ എന്താണ് എന്തായിരുന്നു ഛേ വളരെ മോശം കേട്ടോ എന്ന് പറയൂല. നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഛേ എന്ന് പറയാനുള്ള സർവ്വ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ആ ചെയ്യുന്ന സമയത്തും അവരോട് ഛേ എന്ന് പറയാതിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് പറഞ്ഞത് വലാ തഖുൽ ലഹുമാ ഉഫിൻ. അല്ലാതെ വെറുതെ മാതാപിതാക്കളോട് ദേഷ്യപ്പെടുക എന്നുള്ള അർത്ഥത്തിലല്ല. അവര് ജീവിച്ചിരിക്കുന്ന സമയം അത്രയും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റും. പക്ഷെ അവര് കഴിഞ്ഞാൽ പിന്നെ അത് ആങ്ങളന്റെ വീടാണ്, അത് നിങ്ങളെ വീടല്ല. അത് പെൺകുട്ടികൾക്ക് നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എപ്പോഴും നമ്മളൊക്കെ ഉമ്മാനോട് പറയുന്ന ഒരു വർത്താനുണ്ട്, അതൊന്നും ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകൂല അല്ലേ. നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തൊട്ടില് കിടക്കുന്ന നമ്മൾ കരയുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാക്കുന്ന ഉമ്മാക്ക് നമ്മൾ വളർന്നു വലുതായി ഇത്രയും പ്രായമായിട്ട് പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ കേൾക്കുന്ന അവരുടെ കുഴപ്പമാണോ, പറയുന്ന നമ്മുടെ കുഴപ്പമാണോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടികൾ പറയാണ് നിങ്ങൾ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. ആസ് എ നിങ്ങൾ ഒരു പാരന്റ് ആണെന്ന് വിചാരിക്കാൻ, നിങ്ങൾ പാരന്റ് ആയിരിക്കാം. നിങ്ങൾ മീറ്റിങ്ങിന് പോയപ്പോൾ കുട്ടികൾ പറയാണ് സാർ ക്ലാസ് എടുക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല. ടീച്ചറോട് പറയുമ്പോൾ ടീച്ചർ പറയുകയാണ് അത് എന്റെ കുഴപ്പമില്ല, അത് കുട്ടികളുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ബി ജെന്റിൽ. എപ്പോഴും എൻ്റെ ഉമ്മ എന്നെ എപ്പോഴും ചീത്ത പറയാറുണ്ട് കേട്ടോ, എൻ്റെ ഉപ്പ എന്നെ ചീത്ത പറയാറുണ്ട് പല കാര്യങ്ങൾക്കും. പക്ഷെ ഞാൻ അപ്പം ചെയ്യാറുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഞാനതങ്ങനെ കേട്ടിരിക്കും. കേട്ടിരിക്കാൻ ഒരാള് ഉണ്ടായാൽ മതി അവിടെ. എന്നാ തന്നെ ഉമ്മാന്റെ ദേഷ്യം പറഞ്ഞു തീർന്നാ കുറച്ച് കഴിഞ്ഞിട്ട് വെച്ച് ചോറ് വയ്ക്കണില്ലേ, ഒന്ന് ചോറ് വെച്ചോ, ഞാൻ അത് ഇതാക്കി കണ്ട് വെക്കുക എന്ന് ചോദിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ അവരുടെ. നമുക്കൊക്കെ അത് ഇഷ്ടമല്ല. നമ്മൾ ശരിക്കും അതിങ്ങനെ ആലോചിച്ച് നോക്കിക്കാണെങ്കിൽ ആ ദേഷ്യപ്പെടലില്ല എന്നുണ്ടെങ്കിൽ ആ ഉമ്മ നമ്മുടെ ഉമ്മ ആവുമോ? ഉമ്മ ഇടയ്ക്ക് ദേഷ്യപ്പെടുന്നില്ല, ഉമ്മ ഒരു കാര്യത്തിനും ദേഷ്യം പിടിക്കുന്നില്ല. നമ്മൾ ചോദിക്കും നിങ്ങൾ എന്താ എന്നോട് ദേഷ്യപ്പെടാത്ത എന്ന് ചോദിക്കും. അങ്ങനെയല്ലേ? സോ അവരോട് പറയുന്ന നേരത്ത് വളരെ സോഫ്റ്റ് ആവാൻ ശ്രമിക്കുക. അത് അമ്മായിമാനോടാവട്ടെ. ഞാൻ ഈ അമ്മായിമാരെ കാര്യം ഇടക്കിടക്ക് പറഞ്ഞ് കുറെ ലേഡീസ് ഇതിൽ കണ്ടതുകൊണ്ടാണ് കേട്ടോ. അതായത് അത് അത് പറയുകയാണെങ്കിൽ അതിനായിട്ട് വേറെ സെഷൻ തന്നെ ശരിക്കും വേണം, കുറേ പറയാനുണ്ട്. ആൻഡ് എന്താണ് ആൺമക്കളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭാഗ്യമാണ് അമ്മായിമാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ. കാരണം വീട്ടിലേക്ക് കയറി ചെല്ലുന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും എന്താണ് മറ്റത് മറിച്ചത് ഭരിച്ചത് കരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതേ പരിഗണന പെൺകുട്ടികൾക്ക് കിട്ടലുണ്ടോ എന്ന് ചോദിച്ചാല് അല്ലെ, അതായത് പെൺകുട്ടികളുടെ ഉമ്മാര് അവരുടെ മരുക്കൾക്ക് കൊടുക്കുന്ന പരിഗണന ഈ ആൺമക്കളുടെ ഉമ്മാര് പെൺമക്കൾക്ക് കൊടുക്കലുണ്ടോ എന്ന് ചോദിച്ചാല് അതാ ഞാൻ പറഞ്ഞത്. അത് പറയുകയാണെങ്കിൽ നമുക്ക് കുറെ നേരം വേണം. ഓക്കെ, 3 കാര്യങ്ങളെ കൊണ്ടാണ് അത്രേ ഉമ്മ വാപ്പാനേക്കാൾ മികച്ചു നിൽക്കുന്നത്. ഞാൻ ചിലപ്പോൾ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയും, എന്നിട്ട് അതിന്റെ കൂടെ തിരിച്ചിങ്ങോട്ട് വന്നാണ്ട് ബാക്കിയും പറയും കേട്ടോ. ആൻഡ് അതൊക്കെ എനിക്ക് അപ്പം എന്താണോ നിങ്ങളെ കാണുമ്പോൾ പറയാൻ തോന്നുന്നത് അത് പറയും എന്നുള്ളതാണ്. ഈ പ്രവാചകരോട് ഒരാൾ വന്നാണ്ട് ചോദിക്കുന്നുണ്ടല്ലോ, നബിയേ എനിക്ക് ആരോടാണ് കൂടുതൽ ഇത് വേണ്ടത്, കടപ്പാടുള്ളത്? റസൂല് പറയുന്ന മറുപടി എന്താ? ഉമ്മാനോട് അല്ലേ. വീണ്ടും ചോദിക്കും പിന്നെ ആരോടാണ്? അപ്പോഴും പറയും ഉമ്മാനോട്. വീണ്ടും ചോദിക്കുന്നുണ്ട് പിന്നെ ആരോടാ? ഉമ്മാനോട്. 4ാമത് ചോദിക്കുമ്പോൾ പറയും പാപ്പാനോട്. എന്താ 3 വട്ടം ഉമ്മാനെ പറഞ്ഞോണ്ട് 4ാമത്തെ വട്ടം പാപ്പാനെ പറഞ്ഞത്? 3 കാര്യങ്ങളുണ്ട്. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, മുലയൂട്ടി നിന്നെ പൊറ്റിയതും അവളാണ്, ഈ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ഈ 3 കാര്യം കൊണ്ടാണ് അത്രേ ഉമ്മാക്ക് ബാപ്പയേക്കാൾ 3 സ്ഥാനം ഏറെ കിട്ടിയത്. ലോകത്ത് ഇന്നേ വരെ ഒരാണും ഗർഭം ധരിച്ചിട്ടില്ല, ലോകത്ത് ഇന്നേ വരെ ഒരാണും പ്രസവിച്ചിട്ടില്ല. മുലയൂട്ടണമെങ്കിലും ബാപ്പന്നെ വേണം. ഓക്കെ, ചെറുപ്പത്തിൽ കുട്ടികൾ വാപ്പാനെ മുല പിടിക്കാൻ നോക്കും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ, മുലയൂട്ടണമെങ്കിൽ ഉമ്മന്നെ വേണമല്ലോ ഏതായാലും. അപ്പോ
ഈ മൂന്ന് കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ഞാനത് ഇതില് കൂടുതലും അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അത്ര ചെറിയ കുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ പറയേണ്ട ആവശ്യമില്ല. സോ ഈ മൂന്ന് കാര്യങ്ങളിൽ ഓരോന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം തന്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് മുല കൊടുക്കുന്ന സമയത്ത് ഒരു ഉമ്മ ഇങ്ങനെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്താണോ ചിന്തിക്കുന്നത് അത് ആ കുഞ്ഞായി തീരുന്നതാണ്. അതൊരു ഇസ്ലാമിക വിശ്വാസമാണ് കേട്ടോ. അതിന് സയൻസിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ പാൽ കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കണം. ആ സമയത്ത് കുഞ്ഞ് നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി, അമ്മ കുഞ്ഞിന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഒരു പുഞ്ചിരിക്കുന്ന കുഞ്ഞിന്റെ മുഖം കാണുന്നതിനേക്കാൾ മനോഹരമായ എന്ത് കാഴ്ചയാണ് ഈ ലോകത്ത് കാണാൻ കഴിയുക? ആ പുഞ്ചിരി ഉണ്ടല്ലോ, ആ പുഞ്ചിരി ലൈഫ് ലോങ്ങിൽ ഉടനീളം നമുക്ക് നിലനിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ലക്കിയാണ്. യുനോ, പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സങ്കടങ്ങളില്ല എന്നൊന്നുമല്ല. പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ആ സങ്കടങ്ങൾക്ക് മുകളില് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിച്ച് അതിന്റെ മുകളിൽ കയറി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നർത്ഥം. ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു രസമുള്ള കാര്യമാണ്. ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ +2 ക്ലാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ +2 ബാച്ചിനോട് പറഞ്ഞു, എന്താണ് നിങ്ങൾ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളെ മുഖത്തേക്ക് നോക്കിയാൽ അറിയാം ഇന്നത്തെ ക്ലാസ് എന്തായിരിക്കും എന്നുള്ളത്. കുറച്ച് ഗൗരവത്തിലാണെങ്കിൽ അന്ന് മിക്കവാറും ചോദ്യം ചോദിക്കൽ ഉണ്ടാകും, എന്തെങ്കിലും ഒരു ദേഷ്യപ്പെടൽ ഉണ്ടാകും. അന്ന് ചിരിച്ചിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അന്ന് എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരിക്കും, കുറെ കാര്യങ്ങൾ പഠിക്കാനുള്ളത് പറയാനുണ്ടാകും. നമ്മളൊരു ക്ലാസ് റൂമിലേക്ക് കയറി ചെല്ലുന്ന അധ്യാപകനാണെങ്കിൽ ആ കുട്ടികളുടെ മനസ്സിൽ നമ്മൾ നൽകുന്ന സന്തോഷം എന്തായിരിക്കും? നമ്മൾ ആദ്യമായിട്ട് ഒരു ബാങ്കിലേക്ക് പോവുകയാണ്, കൗണ്ടറിൽ ഇരിക്കുന്ന ആള് നമ്മുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുന്ന നേരത്ത് എന്ത് സന്തോഷം, നമുക്ക് എന്ത് ഒരു ധൈര്യമാണ്. ഒരു സർക്കാർ ഓഫീസിൽ ആദ്യമായി എന്തോ ഒരു ഫോം ഫില്ല് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്ത് പറ്റി, അത് കുഴപ്പമില്ല കേട്ടോ, ഞാൻ ശരിയാക്കി തരട്ടോ എന്ന് ചിരിച്ച ഒരാള് നമ്മളോട് പറയുന്ന മറുപടി മതിയാകും. നമുക്ക് തന്നെ ഭയങ്കര കംഫർട്ട് ഫീൽ ചെയ്യും. നമുക്ക് ആളുകൾക്ക് ഒരു ഉപാധിയുമില്ലാതെ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ചിരി. കുഞ്ഞു കാര്യമാണ്. ആ ചിരിയിലുണ്ട് എന്താണ് എന്നുള്ളത്. ഓക്കെ, ഞാൻ പലപ്പോഴും നമ്മൾ ചെയ്യാൻ മറക്കാറുള്ളതും അത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിലെ മക്കളുള്ള ആളുകൾ ഒന്ന് മെസ്സേജ് ചെയ്യോ, കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ. കല്യാണം കഴിയാത്തവരെ അതിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട കേട്ടോ. തൽക്കാലം ഇപ്പോ കുട്ടികളുള്ള ഒരു കമന്റ് ചെയ്തോട്ടെ, നോക്കി നിന്നിട്ട് കാര്യമില്ല. യെസ്, ഓക്കെ ഓക്കെ, യെസ് യെസ് യെസ്, 1 2 3 4 അല്ലെ, ഒരു ബോയ്, അൽഹംദുലില്ലാ. യെസ് 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 യെസ്, ഓക്കെ, സന്തോഷം. അള്ളാഹു അവരൊക്കെ നല്ല മക്കളാക്കട്ടെ. ആൻഡ് ഈ മക്കളോട് ദേഷ്യപ്പെടുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യം ശരിക്കും ആലോചിക്കണം കേട്ടോ. 2 നിലക്ക് നിങ്ങൾക്ക് ദേഷ്യം വരാം. ഒന്നുകിൽ അന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടില്ലേ ചെയ്യരുത് ചെയ്യരുത് എന്നുള്ളത്, എത്ര പറഞ്ഞാലും കേൾക്കൂല. ഒരു കാര്യം ചെയ്ത് തരുന്ന പിന്നെ ചെയ്യാതിരുന്നൂടെ? ഇതിങ്ങനെ ഏത് നേരം പറയണം, പോയ അവിടുന്ന്. ഇത് ദേഷ്യപ്പെടലാണ് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ദേഷ്യപ്പെടൽ, എന്താണ് മോൻ എന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ആയതുകൊണ്ടല്ലേ പറയണത്, നല്ലത് വിചാരിച്ചിട്ടല്ലേ പറയണത്. അത് ചെയ്യരുത് കേട്ടോ, എനിക്ക് അത് ഇഷ്ടമല്ല, എനിക്ക് എന്തോ ഒരു സങ്കടം എന്നറിയും അങ്ങനെ ചെയ്യുമ്പോ. എനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? പിന്നെ എന്തിനാ അത് ചെയ്യുന്നത്? ഇത് രണ്ടും ദേഷ്യപ്പെടലാണ്. നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഏതാണ് ശരിക്കും ആലോചിച്ച് നോക്കിക്ക്. നമ്മൾ ഏതായിരിക്കും മെജോറിറ്റി? ഏതായിരിക്കും? ഒന്നാമത്തെ അല്ലേ? സാഹചര്യത്തിനനുസരിച്ച് രണ്ടും യൂസ് ചെയ്യും. സാഹചര്യത്തിന് ഏതാണ് ഈ സാഹചര്യം? നിങ്ങളൊരു സാഹചര്യം പറഞ്ഞു, അതായത് ഭയങ്കര ദേഷ്യത്തിൽ മാത്രം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ആരെങ്കിലും ഒരാൾ വോയിസ് വീഡിയോ ഓൺ ആക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. യെസ്, ഭയങ്കര ദേഷ്യത്തിൽ മാത്രം പറയാൻ പറ്റുന്ന ഒരു സംഗതി, അതിപ്പോ എങ്ങനെ പറയാല്ലേ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഭയങ്കര ഭീമാകാരനായ ഒരു ജീവി ഇങ്ങനെ നിങ്ങളുടെ നേരെ മുന്നിൽ ഇങ്ങനെ വന്ന് നിന്നിട്ട് നിങ്ങൾ ഇങ്ങനെ തുറിച്ച് നോക്കി ഭയങ്കര കണ്ണും കാട്ടി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ ആ സാധനത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിനോടുള്ള പേടി കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. രണ്ടാമത് കാണുമ്പോൾ അതിനോടുള്ള പേടി കുറയാണോ? അത് നമ്മളത് ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതിനോടുള്ള പേടി കുറയാണോ ചെയ്യുക, കൂടുകയാണോ ചെയ്യുക? ഓഫ് കോഴ്സ് അത് കൂടെ ചെയ്യുള്ളൂ. നമ്മൾ ദേഷ്യപ്പെടുന്ന നേരത്ത് നമ്മുടെ കുഞ്ഞിന്റെ മുന്നില് നമ്മളൊരു ഭീകര ജീവിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്ക്. ആ കുട്ടിയിൽ നിന്ന് 3 വയസ്സോ 4 വയസ്സോ 5 വയസ്സോ ആയിക്കോട്ടെ 10 വയസ്സ് തന്നെ ആയിക്കോട്ടെ, യെസ്, എന്താണെന്നറിയില്ല, മൂത്തുകുട്ടിയോട് നല്ല പോലെ ദേഷ്യം. യെസ്, ഞാൻ പറയുന്നത്
ആ കുട്ടിയോട് നിങ്ങൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മൾ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ? അയാൾ നമ്മൾ ഈ പറയുന്നത് കേൾക്കണം, പക്വത വേണം എന്നുള്ളതാണ്. 3 വയസ്സുകാരനിൽ നിന്നും 30 വയസ്സുകാരന്റെ പക്വതയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 10 വയസ്സുകാരനിൽ നിന്നും 50 വയസ്സുകാരന്റെ പക്വതയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ കുഞ്ഞു ലോകം പഠിച്ചു വരുന്നേ ഉള്ളൂ. ദേഷ്യപ്പെടണം, പക്ഷെ ആ ദേഷ്യം കൺട്രോൾ വിട്ടിട്ട് പുറത്തു പോകുന്ന ദേഷ്യമാണെന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ, ആ കുഞ്ഞിന്റെ മനസ്സിൽ നമ്മൾ ആരും അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന ഈ ദേഷ്യപ്പെടുന്ന ദേഷ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. നിങ്ങളെ കുട്ടി നാളെ മുതൽ നിങ്ങൾ പറയുന്നത് എന്താണോ അത് അങ്ങനെ തന്നെ ശരിക്കും ആലോചിച്ച് കേട്ടോ. നിങ്ങളെ കുട്ടി നിങ്ങളൊരു കാര്യം പറഞ്ഞു, അപ്പൊ തന്നെ അത് കേട്ടു, അത് ചെയ്തു. അപ്പൊ പിന്നെ വേറെ ഒന്നും മിണ്ടുന്നില്ല. അവിടെ പോയി ഇരിക്കടാന്ന് പറഞ്ഞപ്പോ അവിടെ പോയിരുന്നു, ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞപ്പോ അവിടെ ഒന്ന് ഇരുന്നു, ഇത് ചെയ്യരുത് പറഞ്ഞപ്പോ ഇത് ചെയ്തില്ല. വിൽ യു ബി ഹാപ്പി? ശരിക്കും പറ, നിങ്ങൾ ഹാപ്പി ആവുക? അവരുടെ ആ ചെറിയ കൈകള് നമ്മൾ തുടച്ചു വെച്ച പാത്രങ്ങളോ നമ്മൾ തുടച്ചു വെച്ച ഗ്ലാസ്സുകളിലോ ചെന്ന് പതിക്കുന്നത്, അതിങ്ങനെ കുറച്ച് കാലമൊക്കെ ഉണ്ടാവുള്ളൂ. കുറച്ച് കാലം കഴിയുമ്പോൾ അവർക്ക് നമ്മുടെ സഹായം വേണ്ടാതാകും, നമ്മുടെ അനുവാദം വേണ്ടാതെയാകും, നമ്മളോടൊരു കാര്യം പോലും അവർ ഡിസ്കസ് ചെയ്യാതെയാകും. പുറത്തേക്ക് പോകുന്ന സമയത്ത് ഉമ്മച്ചിയെ ഞാൻ ഇന്ന് പുറത്തേക്ക് പോട്ടെ എന്ന് അവർ ചോദിക്കാതെ ആകും. ഉമ്മച്ചി ഞാൻ സൈക്കിൾ എടുത്തോട്ടെ എന്ന് അവർ ചോദിക്കാതെയാകും. ചോദിക്കുന്ന കാലത്തൊക്കെ ദേഷ്യമാണ് നമ്മുടെ മറുപടി എങ്കിൽ then പിന്നെ എന്തിനാ നമ്മൾ അവർക്ക് ജന്മം നൽകിയത്? ലൈബു സബ്, ആദ്യത്തെ 7 വയസ്സ് വരെ അവരോട് കൂടെ കളിക്കണം. ആ സമയത്ത് ദേഷ്യപ്പെടാൻ പോലും പാടില്ല എന്നാ ലൈബു സബ് എന്നാ പറയുന്നത്. ആദ്യത്തെ 7 വയസ്സ് വരെ ദേഷ്യപ്പെടാൻ പോലും പാടില്ല. അതായത് ഒരു ഇസ്ലാമികമായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രാമത്തെ വയസ്സിലാണ് നിസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ പറഞ്ഞത് എന്നറിയോ? 7-ാമത്തെ വയസ്സിലാണ് അല്ലെ? 7-ാമത്തെ വയസ്സിലാണ് കൽപ്പിക്കേണ്ടത്. 10 വയസ്സ് അടിക്കേണ്ടതാണ്. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യത്തിന് നിങ്ങൾ കൽപ്പിക്കുക പോലും ചെയ്യരുത്. എപ്പോ? 7 വയസ്സ് ആവണത് വരെ. അതുവരെ നിങ്ങൾ ലൈവ് നിങ്ങൾ അവരെ കൂടെ കളിച്ചാൽ മതി. ദേഷ്യപ്പെടാനുള്ള സർവ്വതും ഉണ്ടാകും. മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ നടത്തേണ്ട ഒരു പ്രാർത്ഥനയില്ല, റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അതിന്റെ അർത്ഥം എന്താ? ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എന്നോട് കരുണ ചെയ്തതുപോലെ ആ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടുമോ നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. നിങ്ങളെ കുട്ടി അത് പ്രാർത്ഥിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥന മാതാപിതാക്കൾക്ക് കിട്ടുമെന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയൊക്കെ. നിങ്ങൾ അവരോട് എങ്ങനെയാ കരുണ കാണിച്ചിട്ടുള്ളത്? ഏറ്റവും വേസ്റ്റ് ആയ അല്ലെങ്കിൽ ഏറ്റവും മോശമായ രൂപത്തിൽ അവർ പെരുമാറുമ്പോഴൊക്കെയും അതേ രൂപത്തിലാണ് നമ്മൾ അവരോട് എതിരിടുന്നതെങ്കിൽ ആ പ്രാർത്ഥനക്ക് നമ്മൾ അർഹരാണോ? ആ മകൻ ചങ്ക് പൊട്ടി കരഞ്ഞിട്ട് അള്ളാഹിനോട് പറയാണ്, പടച്ചോനെ എന്നോട് കരുണ കാണിച്ചതുപോലെ നീ അവനോട് കരുണ കാണിക്കണേ. അയാളോട് കരുണ കാണിച്ചാകാത്ത നമുക്ക് എങ്ങനെയാ കരുണക്ക് അർഹത ഉണ്ടാവുക? അവരോട് കരുണയുള്ളവരാവുക. അവർ കുഞ്ഞു മക്കളല്ലേ. നിങ്ങൾ അവരിൽ നിന്ന്, ശരിയാണ് ദേഷ്യം വരും, ദേഷ്യം വരാനുള്ള സർവ്വതും അവർ ചെയ്യും. പക്ഷെ അയലോക്കത്തെ കുട്ടിനോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ പകുതിയെങ്കിലും സ്വന്തം കുട്ടിയോട് കാണിക്കുക. എന്താ പോ അയലോകത്ത് കുട്ടീനോടുക്കാൾ സ്നേഹം എന്റെ കുട്ടീനോട് ഇല്ലേ എന്നുള്ള തോന്നൽ ഉണ്ടാകും അല്ലെ? അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവാം. അതായത് വീട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാത്രമുണ്ട്, ഒരു കൂട്ടുന്ന പാത്രമാണ്. ഈ പാത്രം അയലോകത്തെ കുട്ടി വന്നിട്ട് തള്ളിയിട്ട് പൊട്ടിച്ചു. കുട്ടിയോട് നമ്മൾ എന്താ പറയാ? അയലോകത്തെ കുട്ടിയാണ്ടോ പൊട്ടിച്ച്, സാരല്ല പോട്ടെ, അതിപ്പോ അത് ഏതായാലും കുഴപ്പമൊന്നുമില്ല, എനക്കൊന്നും പറ്റിയില്ലല്ലോ, ഓക്കെ. ഇതന്നെ നമ്മുടെ കുട്ടിയാണ് തള്ളിയിട്ട് പൊട്ടിച്ചതെന്ന് വിചാരിക്കുക. നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കും? അല്ലേനും പറഞ്ഞിട്ടുണ്ട്, എത്ര വെട്ടനോട് പറഞ്ഞിട്ടുണ്ട്, പൊട്ടിച്ചാലും പോയി അവിടുന്ന്. ഒരു സാധനം പൊട്ടിച്ചാനായിട്ട് ഒരു സാധനം മര്യാദക്ക് വെക്കാനെ കൊണ്ട് കഴിയൂല. നമ്മൾ പറയും അത് നമ്മളെ കുട്ടിയല്ലേ, നമുക്ക് ആ കുട്ടിയോടല്ലേ പറയാൻ സ്വാതന്ത്ര്യം ഉള്ളൂ. ആരെങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം തന്നത്? ആ കുട്ടിയോട് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം ആരാ തന്നത്? നിങ്ങളെ ഒരേ വാപ്പയാണ്, നിങ്ങളെ ഒരു ഉമ്മയാണെന്ന് വിചാരിച്ചിട്ട് ആ സ്വാതന്ത്ര്യം ആരാ തന്നത്? എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള ഒരു മൊമെന്റ് ഏതാണെന്നറിയോ? എന്റെ ഉപ്പ ഒരു ദിവസം എന്റെ മുന്നിൽ നിന്ന് കരഞ്ഞു. ശരിക്കും ആലോചിക്കട്ടോ. വാപ്പ കരഞ്ഞാൽ ഭയങ്കര സന്തോഷിക്കേണ്ട ഒരു മോനല്ലേ. എന്റെ വാപ്പ കരഞ്ഞ എന്റെ കാരണം കൊണ്ടല്ല, വേറെന്തോ ഒരു കാരണം കൊണ്ട്. ഞാനിങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, വാപ്പ അവിടെ വന്ന് വാപ്പ പെട്ടെന്ന് കരയാൻ തുടങ്ങി. വാപ്പ ഇങ്ങനെ കരയണ നേരത്ത് ഞാൻ വാപ്പാന്റെ അടുത്ത് ചെന്നിട്ട് പന ഇങ്ങനെ കെട്ടിപ്പിടിച്ചു, ഇങ്ങനെ നെഞ്ഞത്തേക്ക് ഇങ്ങനെ ചേർത്തി എത്താണ്ട് പറഞ്ഞു, എന്തിനാ നിങ്ങൾ കരയണേ, ഞാനില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. ആസ് എ സൺ, ഒരു മകൻ എന്ന രൂപത്തിൽ ദാറ്റ് വാസ് ദ ഹാപ്പിയസ്റ്റ് മൊമെന്റ്. എൻ്റെ ഉപ്പാക്ക് എൻ്റെ മുന്നിൽ നിന്ന് കരയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് എൻ്റെ വാപ്പാക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ലക്കിയല്ലേ, ഞാൻ ഹാപ്പി ആവേണ്ട ആളല്ലേ.
നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളോടൊരു സങ്കടം തുറന്നു പറയാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മുടെ മക്കൾക്ക് നമ്മളോടൊരു കാര്യം തുറന്നു പറയാൻ പറ്റുന്നില്ലെങ്കിൽ, ആർ യു എ ഗുഡ് പാരന്റ്? ആർ യു ഈവൻ എ ഗുഡ് ഹ്യൂമൻ ബീയിങ്? ഒരു നല്ല മനുഷ്യനാവണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കുറെ ട്രിപ്പ് ഒന്നും പോണ്ട. ഒരു ബീച്ചിൽ പോകലോ, ഒരു വിദേശത്ത് പോകലോ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യലോ, അതൊക്കെ ചിലപ്പോൾ മാസത്തിലൊരിക്കലോ കൊല്ലത്തിലൊരിക്കലോ നടക്കുന്നുണ്ടാവാം. ആ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നടക്കുന്നുണ്ടാവാം. പക്ഷെ നമ്മളെ ഹാപ്പി ആക്കി നിർത്തുന്ന കുറച്ച് കാര്യങ്ങളില്ലേ? ഡൈനിങ് ടേബിളിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഒരു ഉരുള ചോറ് എടുത്തിട്ട് അവളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് അവളുടെ കണ്ണിൽ ഞാൻ കാണുന്നൊരു തിളക്കമുണ്ട്. ആരും കാണാതെ ഉമ്മയുടെ അപ്പുറത്ത് ഉണ്ടായിരിക്കുന്ന സമയത്ത് ഭാര്യയെ ഓടി ചെന്നിട്ട് ബാക്കിലൂടെ ചെന്നിട്ട് ഒന്ന് കിസ് ചെയ്ത് പോരുന്ന സമയത്ത് അവളുടെ മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരി ഉണ്ടാകും. മക്കൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തീർത്ത് കഴിയുമ്പോൾ മാഷാ അല്ലാ എന്റെ കുട്ടി ഒറ്റക്ക് അത് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു കുഞ്ഞു സന്തോഷം ഉണ്ടാകും. ആ സന്തോഷങ്ങളിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോണത്. പക്ഷേ വി ആർ സോ ഫോക്കസ്ഡ് ഓൺ വാട്ട് വി ഡോണ്ട് ഹാവ്. നമ്മളെപ്പോഴും കിട്ടിയതിലൊക്കെ ഫോക്കസ് ചെയ്യാൻ മറന്നു പോകും. മുമ്പ് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരു അധ്യാപകൻ ഒരു വെളുത്ത ബോർഡിൽ ഒരു കറുത്തൊരു മഷി കൊണ്ടൊരു കുത്തിട്ടിട്ട് ചോദിച്ചു, വാട്ട് യു സീ? എല്ലാവരും പറഞ്ഞത് ഒരു കറുത്ത പുള്ളിയുണ്ട് അല്ലെ? പക്ഷെ അതിന്റെ ചുറ്റുമുള്ള വെളുത്ത പ്രതലമുണ്ട്. അത്ര വിശാലമായ ഒരു പ്രതലമുണ്ട്. നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ അതൊന്നും കാണുന്നില്ല. നമ്മൾ എപ്പോഴും കാണാറുള്ളത് അവര് ചെയ്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ആ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യണ്ട. ആ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിലൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കിക്കേ. ഒരു കാലത്ത് ഇവര് എന്റേതല്ലാതായി മാറും. എന്നേക്കാൾ കൂടുതൽ ഇവൻ മറ്റൊരാൾ ഒരുപക്ഷെ സ്നേഹിച്ചേക്കാം. അങ്ങനെ ചിന്തിച്ചു നോക്കി. അവര് വളർന്ന് വലുതാകുന്ന 7 വയസ്സ് വരെ ലായിബു സബ്, ആദ്യത്തെ 7 വയസ്സ് വരെ അവരോട് കളിക്കണം. അപ്പോൾ അദ്ദിബു സബ്, പിന്നുള്ള 7 വയസ്സ് വരെ അവർക്ക് അദബ് പഠിപ്പിക്കണം, മര്യാദ പഠിപ്പിക്കണം. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയാണ് അവരെ മര്യാദ പഠിപ്പിക്കേണ്ടത്. പിന്നെ സ്വാഹിബു സബ്, പിന്നെയുള്ള 7 വയസ്സ് വരെ, അതായത് 14 മുതൽ 21 വയസ്സ് വരെ അവരുടെ കൂടെ ഒരു കമ്പാനിയൻ, ബി എ കമ്പാനിയൻ. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അവരോട് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന് പറയരുത്. നമുക്ക് നമ്മളൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ ബഹുമാനം നഷ്ടപ്പെടും എന്നുള്ളിടത്ത് ആ കാര്യം ആവശ്യപ്പെടാൻ നിൽക്കരുത്, പ്രത്യേകിച്ച് മക്കളോട്. അതായത് കുട്ടി കളിക്കാൻ പോവാണ്, കളിക്കാൻ പോകുന്ന നേരത്ത് കുഞ്ഞിനോട് പറയാണ്, എടാ ഒന്ന് പീടിയെ പോയി വന്നാ. കുട്ടി അത് പറഞ്ഞ കേൾക്കൂല നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് പറയാൻ നിൽക്കരുത്. പിന്നെ വീട്ടിക്ക് സാധനം വാങ്ങാനുണ്ട്, ഈ കളിച്ചു വരുമ്പോൾ കുറച്ച് നേരത്തെ വരുമോ എന്ന് ചോദിച്ചു നോക്കി. കുട്ടികൾക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു നല്ല ചിരിയോട് കൂടിയിട്ടുള്ള ഒരൊറ്റ മൊമെന്റ് മതിയാകും. ആ കുഞ്ഞുങ്ങളുടെ ലോകം വിശാലാകും. അവരെന്നും നിങ്ങളെ നന്ദിയോടെ മാത്രം ഓർക്കും, എന്നും സ്നേഹത്തോടെ മാത്രം ഓർക്കും. എന്നും വാരിപ്പുണർന്ന് ഞാൻ എൻ്റെ ഉമ്മാക്കും പാപ്പാക്കും ഉമ്മ കൊടുക്കണത് കാണുമ്പോൾ എൻ്റെ കുട്ടി, എൻ്റെ മകന് അതുപോലെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഉമ്മ തരും. എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഓനും ഉമ്മ കൊടുക്കും. യുനോ, ഇതിങ്ങനെ ഇങ്ങനെ ഒരു സൈക്കിള് പോലെ കറങ്ങിക്കൊണ്ടേയിരിക്കും. കാലം എത്ര കഴിഞ്ഞാലും നിങ്ങൾ തന്നെയായിരിക്കും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടയാള്. യുനോ, നമ്മള് എന്തൊക്കെയാണോ നമ്മുടെ കുഞ്ഞിന് വേണ്ടി നമ്മൾ കരുതി വെച്ചത്, അതൊക്കെയും അതേ രൂപത്തിൽ നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തും. അതൊരു സ്നേഹമാണെങ്കിൽ ആ സ്നേഹമായിട്ട് തന്നെ നമുക്ക് തിരിച്ചെത്തും. എപ്പോഴും നല്ല മനുഷ്യനാവണം എന്നൊന്നും പറയുന്നില്ല. എപ്പോഴും നല്ല മനുഷ്യനാവാനൊന്നും കഴിയൂല. പണ്ട് മലക്കുകൾ ചോദിക്കുന്നുണ്ടല്ലോ, എന്തിനാ പടച്ചോനെ ഇങ്ങനെ ഈ മനുഷ്യന്മാരൊക്കെ പടക്കണത്? ഞങ്ങളില്ലേ, ഞങ്ങൾ ഇത്രയും നല്ല ആളുകളല്ലേ, ഞങ്ങളുണ്ടല്ലോ, പിന്നെ എന്തിനാ മനുഷ്യന്മാരെ പടക്കണത്? ഞങ്ങൾ യുദ്ധം ചെയ്യുന്ന ആളുകളായിരിക്കാം, പരസ്പരം ചീത്ത വിളിക്കുന്ന ആളുകൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുമ്പോ റബ്ബ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി ആലമു മാലാ താലമൂൻ, നിങ്ങൾക്ക് അറിയാത്ത കുറെ കാര്യം എനിക്ക് ഓരെ കുറിച്ച് അറിയാം. ആ കാര്യത്തിൽ ഒന്ന് ഏതാണെന്നറിയോ? ഈ സ്നേഹമാണ്, ഈ വികാരങ്ങളാണ്. നമ്മള് ഓരോ പ്രാവശ്യവും തെറ്റ് ചെയ്യുക എന്നുള്ളത് മനുഷ്യ സഹജമായ കാര്യമാണ്. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. ഫോൺ വീഡിയോസിന് അഡിക്റ്റ് ആയ ആളുകൾ ഉണ്ടാവാം, കള്ളം മാത്രം പറഞ്ഞ് ശീലിച്ച ആളുകൾ ഉണ്ടാവാം, കുന്നോളം പാപങ്ങൾ ചെയ്തിട്ട് ഇനി ഞാൻ പടച്ചവനോട് പറഞ്ഞിട്ട് എന്തെന്ന് തോന്നുന്ന ആളുകൾ ഉണ്ടാവാം. പക്ഷേ ഏതെങ്കിലും ഒരു മൊമെന്റിൽ, ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞതുപോലെ, ഏതെങ്കിലും മൊമെന്റിൽ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു ഒരു ദയ മതിയാകും. അവരനോടുള്ള ഒരു കുഞ്ഞു ദയ മതിയാകും. ഒരാൾക്ക് നമ്മൾ കൊടുത്തൊരു പുഞ്ചിരി മതിയാകും. ഒരാളോട് നമ്മൾ പറഞ്ഞൊരു വാക്ക് മതിയാകും. കൂട്ടുകാരനോട് എടാ വാടാ നമുക്കൊന്ന് ചായ കുടിക്കല്ലേ എന്ന് പറഞ്ഞൊരു വാക്ക് മതിയാകും. അയാൾ ഒരു പക്ഷേ ഏറ്റവും നല്ല ഒരു മൊമെന്റിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. അതിന്റെ ഫലം നമുക്ക് നാളെ പടച്ചവന്റെ അടുത്ത് കാണാൻ പറ്റും. കുറെ വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, കുറെ ഫർള് നിസ്കരിക്കുക,
നിങ്ങൾ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യന്മാര് അതൊരു ഇബാദത്താണ്, അതൊരു ആരാധനയാണ്. മനസ്സിലായില്ല? ഭ്രാന്തന്മാരെന്തുകൊണ്ടാ നരകത്ത് പോകുമോ? പറ. ചെറുപ്പത്തിൽ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഭ്രാന്തന്മാര് നരകത്ത് പോകുമോ? ഭ്രാന്തുള്ള ആളുകള് പോയി എന്താ? ഒരു കുറെ നിസ്കരിച്ചിട്ടുണ്ടോ? ഒരു കുറെ നോമ്പ് ഇട്ടിട്ടുണ്ടോ? അവര് ചെയ്തെന്താണെന്നറിയോ? ജീവിച്ചിരുന്നു എന്നുള്ളതാണ് അവര് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഇബാദത്ത്. സോ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സെക്കൻഡിലും പടച്ചവനോട് നന്ദിയുള്ളവരാവുകയാണ്. തെറ്റുകളെ കൊണ്ട് പാപപങ്കിലമായ ജീവിതം മുന്നിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു മൊമെന്റിൽ തോന്നുന്ന ചെറിയ കുറ്റബോധമല്ലേ, ആ ഒരു കുഞ്ഞു കുറ്റബോധം, അത് മതിയടോ നമ്മൾ കഴിച്ചിലാവാന്. ഏതെങ്കിലും ഒരു മൊമെന്റിൽ ആ കുറ്റബോധം ഒരു ദിവസം വലുതാകും. നമ്മളോട് തന്നെ പറയാൻ തുടങ്ങും, ഹാസിബു ഖബലൻ തുഹാസബു എന്നാണ്. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും മുമ്പ് സ്വയം ഒന്ന് വിചാരണ നടത്തുക. ഇനിയിപ്പോ ഇതിന്റെ ഇടയിൽ ഒരു പരസ്യം കൂടെ മാജിദിന്റെ ഒരു പുസ്തകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നുവല്ലോ. ആ പുസ്തകം ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ വാങ്ങിക്കണം, ഇൻഷാ അല്ലാഹ് ഞാൻ വാങ്ങിക്കും തീർച്ചയായിട്ടും. അതിലുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞു കേട്ടെടുത്തോളം പറഞ്ഞു കേട്ട കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ ജീവിതത്തിൽ ഒരു കുഞ്ഞു ചിട്ട വരുന്ന സമയത്ത് തന്നെ ഞാൻ പുസ്തകം വാങ്ങാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ ഒരു പേജിൽ എഴുതിയിട്ട് ഇന്ന് ഞാൻ കള്ളൊന്നും പറയൂല എന്നൊന്ന് കുറിച്ച് വെക്കുക. വെറുതെ ആരും കാണാത്തിടത്ത് ഇന്ന് ഞാൻ കള്ളമൊന്നും പറയൂല. എന്നിട്ട് അന്ന് ദിവസം കഴിയുന്ന നേരത്ത് ഒന്നെടുത്തിട്ട് നോക്കുക, ഇന്ന് ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ചിന്തിച്ചു നോക്കുക. ഒറ്റ ദിവസം നമ്മൾ ചെയ്യുന്ന ഒരൊറ്റ ദിവസം നല്ല മനുഷ്യനായി ജീവിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയാണ്. ആ ജീവിതം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യനായി, യഥാർത്ഥ മനുഷ്യനായി ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. ഒറ്റ ദിവസം, കുറെ ഒന്നും വേണ്ട കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇതില് ട്രെയിനർ ആവാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും ഈ ഇതില്. ആൻഡ് നിങ്ങൾ ശരിക്കും ട്രെയിനർ ആവാൻ ആഗ്രഹമുള്ള ആളായിരുന്നുവെങ്കിൽ ആ വീഡിയോ ഓണാക്കാൻ പറഞ്ഞാൽ നേരത്തെ ഞാൻ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള പേടിയിൽ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മുന്നോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് യുവർ ലൈഫ് വിൽ ബി സക്സസ്. ഒരു കുഞ്ഞു സ്റ്റെപ്പ്, അതിനാണ് ഞാൻ ആദ്യം വീഡിയോ ഓണാക്കാൻ പറഞ്ഞത്. ആ കുഞ്ഞു സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു വെക്കാൻ നിങ്ങൾ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾക്കെതിരെ നിന്നാൽ, ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ എന്താ ചെയ്യാ? തിരിഞ്ഞു നിന്നിട്ടൊരു സെൽഫി എടുക്കും. അപ്പൊ ലോകം മുഴുവൻ എൻ്റെ കൂടെയാകും. ഓക്കെ, അത്രേ ഉള്ളൂ. പ്രശ്നങ്ങൾ കുന്നോളം വരുന്ന സമയത്ത് പ്രശ്നങ്ങളോട് പ്രശ്നമേ അള്ളാഹുവേ എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നതിന് പകരം പ്രശ്നമേ എനിക്കൊരു അള്ള ഉണ്ട്, എനിക്കൊരു പടച്ചോനുണ്ട് എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റിയിലേക്ക് എത്തുന്ന നേരം നമ്മൾ കഴിച്ചിലാകും. അപ്പൊ പിന്നെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ലാതായി മാറും. എത്ര വലിയ കുന്നോളം നമ്മളെ അട്ടിമറിക്കുന്ന പ്രശ്നങ്ങൾ വന്നാലും, ആരൊക്കെ നിങ്ങൾക്കെതിരെ നിന്നാലും, നിങ്ങൾ ആ സമയത്ത് പടച്ചോൻ എങ്ങനെ കൂട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ പടച്ചോൻ ഇങ്ങനെ പിടിച്ചിട്ട് പറയും, എന്തിനാ ഡിജി പേടിക്കണേ ഞാനില്ലേ, എന്തിനാ മോനേജ് പേടിക്കണേ ഞാനില്ലേ. അത് പറയൂലെങ്കിലും ആ ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാകും. അത് മതി. ആൻഡ് വൈ ആർ യു സ്റ്റിൽ അലൈവ്? പറ, വൈ ആർ യു സ്റ്റിൽ അലൈവ്? വെറുതെ ഒന്ന് കമന്റ് ചെയ്താളി. പറയാൻ പറ്റുമെങ്കിൽ വോയിസ് ആയിട്ട് പറഞ്ഞോളി. വൈ ആർ യു സ്റ്റിൽ അലൈവ്? എന്താ അപ്പോഴും ഇങ്ങനെ ജീവിച്ചിരിക്കണേ? നിങ്ങൾ എന്താ അപ്പോഴും ജീവനോടിരിക്കാനുള്ള കാരണം എന്താ? പറ. ആരെങ്കിലും ഒരു കമന്റ് ചെയ്യും മനുഷ്യന്മാരെ. ഇത്രയും വലിയൊരു മനുഷ്യൻ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ട് കേൾക്കാത്ത പ്രശ്നമുണ്ടോ? റേഞ്ച് ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാരോ? ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്റെ കുഴപ്പമില്ല. ഇതെന്താ അത്? ഇനിയും ഒരുപാട് ആ ഈ ജീവിതത്തിൽ ചെയ്തു തീർക്കാനുണ്ട്. അതന്നെ ഏറ്റവും വലിയ റീസൺ. യെസ്. ഓക്കെ ദെൻ ഇനിയും ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട്. റബ്ബിന്റെ കാരുണ്യം. ഓക്കെ ദെൻ നമ്മളിലൂടെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് കിട്ടാനുണ്ട്. അതൊക്കെ തന്നെ ഏറ്റവും വലിയ റീസൺ. അതുകൊണ്ടാണ് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇരിക്കുന്നത്, സാറിന്റെ താങ്ക് യു, വിലയേറിയ വെരി ഗുഡ്. വാക്കുകൾ കേട്ടിട്ട്. താങ്ക് യു, വെരി ഗുഡ്, സന്തോഷം. ദെൻ എനിവൺ എൽസ്? യെസ്, അള്ളാഹുവിന്റെ നിയമത്ത്. നിങ്ങൾ ഈ പറഞ്ഞ ഉത്തരമൊക്കെ ശരിയാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ അധിക സമയം നീട്ടി കൊണ്ടുപോകണ്ടെന്നുള്ളത് ഞാൻ പറയാം. ഒറ്റ കാരണമുള്ളൂ, നമ്മളെ സമയമായിട്ടില്ല. സമയമായിട്ടില്ല. രോഗമില്ലാത്തതുകൊണ്ടാണോ നമ്മൾ മരിക്കാത്തത്? അല്ലല്ലോ. നമുക്ക് ആരോഗ്യമുള്ള എത്ര ആളുകൾ മരിച്ചു പോണ്? പ്രായമാവാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ പ്രായമായിട്ടാണോ നമ്മൾ മരിക്കാത്തത്? പ്രായമാവാഞ്ഞിട്ടാണോ നമ്മൾ മരിക്കാത്തത്? ഒന്നുമല്ല. അതിനുള്ള റീസൺ ഒന്നും വേണ്ട. പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. 1 നിന്നും 10 ദൂരം 8 ആണോ 9 ആണോ? എന്റെ ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണേ. 1 നിന്നും 10 ദൂരം 8 ആണോ 9 ആണോ? 0.
പൂജ്യമാണ്. മാഷാ അല്ലാ, സന്തോഷം. ആലോചിച്ച് നോക്കി, നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി 8 1 2 3 4 5 6 7 8 ഒന്നിന്റെ അപ്പുറത്തൊരു പൂജ്യം ഇട്ടാൽ കഴിഞ്ഞു. അത്രയും സിമ്പിൾ ആണ് ലൈഫ്. എന്നുവെച്ചാല് ഒരു ഒന്നിന്റെ പുറത്ത് പൂജ്യം ഇടുന്ന ഒരൊറ്റ നേരം മതി. ഇന്ന് ഈ സംസാരിച്ചത് ഞാനൊരു പക്ഷേ നാളെ ചിലപ്പം ഈ ഗ്രൂപ്പിൽ കാണാം, ഇന്നലെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്ന ഇല്യാസ് ഇന്നലെ രാത്രി അറ്റാക്ക് ഒന്ന് മരണപ്പെട്ടു. പക്ഷെ നമുക്കൊക്കെ കൂടുതൽ കാലം ദീർഘായുസ് നൽകട്ടെ. അതായത് ഇന്ന് നമ്മൾ കണ്ട, ഇന്ന് നമുക്ക് ദേഷ്യമുള്ള, ഇന്ന് നമ്മൾ വെറുപ്പുള്ള, ഇന്ന് നമ്മളോട് ഉപദ്രവങ്ങൾ ചെയ്ത, ഇന്ന് നമ്മളെ സഹായിച്ച ഒരു മനുഷ്യൻ ഒരു പക്ഷെ ഇന്ന് രാത്രി അയാളുടെ അവധി പഠിച്ചോ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടാകും. എന്തിനാ നിങ്ങൾ അയാളോടുള്ള ദേഷ്യം ക്യാരി ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് ഒരാളോടുള്ള വെറുപ്പ് ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്? എൻ്റെ ലൈഫിൽ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളെ കുന്നോളം വേദനിപ്പിച്ചവരാവട്ടെ, നിരുപാധികം മാപ്പ് കൊടുക്കുക. എൻ്റെ മനസ്സിൽ ഒരു മനുഷ്യനോട് എനിക്ക് ഇതുവരെ വെറുപ്പില്ല. ഈ ഒരു മൊമെന്റ് വരെ എനിക്കൊരു മനുഷ്യനോടും വെറുപ്പില്ല. ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടി ആളുകളോട് പറഞ്ഞു കൊടുക്കാറുള്ളതാണ്. ആൻഡ് പറയുന്ന നേരത്തെ ഞാൻ ഇതുവരെ അങ്ങനെ കാര്യമായിട്ട് ആളുകളോടൊന്നും പറയാത്തൊരു കാര്യം പറയട്ടെ. പക്ഷെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയൂല. ഐ വാസ് സെക്ഷുവലി അബ്യൂസ്ഡ് വെൻ ഐ വാസ് ഓൺലി 4 or 5 years ഓൾഡ്. ഒരു 5 or 6 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് അതിൻ്റെ ഒരു ട്രോമ കുറെ കാലം എനിക്ക് ഉണ്ടായത്. അത് ആർക്കും അറിയില്ല കേട്ടോ, ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. ആൻഡ് നമുക്കൊക്കെ ഉണ്ടാകും അങ്ങനെ ക്യാരി ചെയ്യാവുന്ന ഈ സെക്ഷലി അബ്യൂസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊന്നും വേണ്ട കേട്ടോ. ഒരു മനുഷ്യൻ ചെറുപ്പത്തിൽ അയാളുടെ നഗ്നത വെളിവാക്കി കാണിച്ചതാവാം, അല്ലെങ്കിൽ ഒരു സ്വകാര്യ ഭാഗത്ത് പിടിച്ചതാവാം, അല്ലെങ്കിൽ നമ്മളൊന്ന് ഭീഷണിപ്പെടുത്തിയതാവാം, അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതാവാം. 5 or 6 വയസ്സോ മാത്രം പ്രായമുള്ള സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷം എനിക്ക് ആളുകളെ കാണുക എന്ന് പറഞ്ഞാലും ആളുകളോട് ഒറ്റക്കായിരിക്കുക എന്ന് പറഞ്ഞ സമയത്ത് ഭയങ്കര പേടിയായിരുന്നു. നിങ്ങളെ വീട്ടിലൊക്കെ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ, ഞാൻ അതും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ഒരു പക്ഷേ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞു മക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വാക്കിലൂടെ ആയിക്കൊള്ളണം എന്നില്ല. അവർ ചിലപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചെറു നോട്ടത്തിലൂടെ ആയിരിക്കാം, ചിലപ്പം പ്രവർത്തനത്തിലൂടെ ആയിരിക്കാം. ആ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണം. കുട്ടികൾ സ്ഥിരമായി മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കുക, അല്ലെങ്കിൽ മിസ്റ്റേക്കുകളിൽ നിന്ന് പഠിക്കുക. എക്സ്പീരിയൻസ് നിന്നും പഠിക്കുക. ഓക്കെ, എനിവൺ എൽസ്? വാട്ട് ഈസ് മെച്യൂരിറ്റി? മിസ്നെ പറഞ്ഞു, ഞാൻ കളിയാക്കൂല, പറഞ്ഞു. എന്താണ് മെച്യൂരിറ്റി മിസ്നെ? കാര്യങ്ങൾ ഒന്നും കൂടെ മനസ്സിലാക്കിയിട്ട് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിങ്ങിന്റെ ഒരു പേരായിട്ട് മെച്യൂരിറ്റി. വെരി ഗുഡ്. എനിവൺ എൽസ്? വാട്ട് ഈസ് മെച്യൂരിറ്റി? വെരി ഗുഡ്. ഇമോഷൻസ് നന്നായിട്ട് ഹാൻഡിൽ സ്വയം ചെയ്യാൻ പര്യാപ്തത. ഓക്കെ, then what is next? ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. ഓവറായിട്ട് Emotions, yes, very good, കൂടുതലായിട്ട് very good. നമുക്ക് ഉണ്ടാവാം ഇമോഷൻസ്, അത് ഏത് രീതിയിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് നമ്മൾ പഠിക്കുക. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സമയം 9 മണി കഴിഞ്ഞല്ലേ. ഞാൻ ഏതായാലും ഒറ്റ വാക്കിൽ പറയാം കേട്ടോ. ഞാൻ മനസ്സിലാക്കിയ മെച്യൂരിറ്റി എന്താണെന്നറിയോ? നിങ്ങൾ പറഞ്ഞൊന്നും തെറ്റാണെന്നോ ഞാൻ പറയുന്നത് മാത്രം ശരിയാണെന്നല്ല കേട്ടോ. ഞാൻ മനസ്സിലാക്കുന്ന മെച്യൂരിറ്റി ഇങ്ങനെയാണ്. മെച്യൂരിറ്റി മീൻസ് ലൂസിങ് ഓഫ് ഇന്നസെൻസ്. നമ്മളിലുള്ള നിഷ്കളങ്കത നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളതാണ്, അല്ലേ? ആളുകൾ സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ വന്നുകൊണ്ട് ഒച്ചപ്പാട് ഉണ്ടാക്കാതിരുന്ന് നല്ല കുട്ടിയായി ഇരുന്നപ്പോൾ ആളുകൾ പറഞ്ഞു, മാഷാ അല്ലാ എന്തൊരു മെച്ചുവേർഡാണ്. കുട്ടികളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത കാര്യം ഒരു കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ പറയാൻ തുടങ്ങി, എന്തൊരു മെച്ചുവേർഡ് അറിയാം കുട്ടി, ആ കുട്ടിയുടെ സംസാരം കേട്ടില്ലേ. സോ മെച്യൂരിറ്റി മീൻസ് ലൂസിങ് ഓഫ് ഇന്നസെൻസ്. നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയൊരു നിഷ്കളങ്ക ബാല്യമുണ്ട്. ആ ബാല്യം നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്നുണ്ട്. ആ ബാല്യത്തിനെങ്കിലും അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ, പൂർണ്ണതയോടുകൂടി ആസ്വദിക്കാൻ നമ്മൾ അവസരം കൊടുക്കുക. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, കിട്ടിയ അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ളവരാവുക. ഓൾവേസ് ഗ്രേറ്റ്. പടച്ച റബ്ബ് നൽകിയിട്ടുള്ള, കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, ലൈൻ ശക്കർത്തും ലസീദന്നക്കും. അത് പടച്ചോന്റെ അടുത്തുനിന്നും കിട്ടും. പടച്ചോന്റെ അടുത്ത് കിട്ടും എന്ന് പറഞ്ഞത് സൃഷ്ടികളിലൂടെ തന്നെ അതിൻ്റെ ഇത് കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ്. എപ്പോഴും നന്ദിയുള്ളവരാവുക. നമ്മളെ ചുറ്റും കുറഞ്ഞ ആളുകളെ ഉള്ളൂ നമുക്ക് പരിചയമുള്ള. നമ്മൾ മരിച്ചാൽ അയാൾ മരിച്ചോ പഠിച്ചോനെ എന്ന് നമ്മളെ കുറിച്ച് ആലോചിക്കുന്ന എത്ര ആളുകൾ ഉണ്ടാവും എന്ന് ആലോചിക്കുകയാണ്. നിങ്ങൾ മരിച്ചു എന്ന് ആലോചിക്കുക. നിങ്ങൾ ഇന്ന് മരിച്ചാല് പഠിച്ചോനെ അയാൾ മരിച്ചോ, അത്ര ഇഷ്ടമായിരുന്നു കേട്ടോ അയാളെ എന്ന് നമ്മളെ കുറിച്ച് പറയുന്ന എത്ര ആളുകൾ ഉണ്ടാകും എന്ന് ആലോചിക്കുകയാണ്. കുറച്ച് ആളുകളെ ഉണ്ടാവുകയുള്ളൂ. ആ ആളുകളിൽ നമ്മുടെ ഉമ്മയുണ്ടെങ്കിൽ ആ ഉമ്മയുണ്ടാകും.
നമ്മളെ മക്കളുണ്ടെങ്കിൽ മക്കളുണ്ടാകും. അവരോടെങ്കിലും സ്നേഹത്തോടു കൂടി പെരുമാറാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഇനി ഒരു ദിവസം ചീത്ത പറയാൻ, ചീത്ത കേൾക്കാൻ ഉമ്മ ഇല്ലാത്തൊരു കാലം വരും, ബാപ്പ ഇല്ലാത്തൊരു കാലം വരും. തെറ്റുകൾ തിരുത്താൻ, ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ നിരന്തരം നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന വർത്താനം പറയാൻ അയാൾ ഇല്ലാതെ വരും. അമ്മായിമ്മനോട് ഭയങ്കര ദേഷ്യമായിരിക്കാം. ആ അമ്മായിമ്മ ഇന്ന് രാത്രി മരിച്ചു എന്ന് വിചാരിക്കാം. നിങ്ങൾ ശരിക്കും അത് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന്റെ സന്തോഷം ഇല്ലാതാവണം എന്ന് ആഗ്രഹിക്കല്ലേ അതിലൂടെ? ഞാൻ പറയുന്നത് ഒരു വിശാലമായ അർത്ഥത്തിൽ, അതായത് നേരത്തെ പറഞ്ഞത് പറയുകയാണെങ്കിൽ അതിന് വേറൊരു സമയം തന്നെ കൂടുതലായിട്ട് വേണം. അങ്ങനെ ഉണ്ടാവാം, അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, എനിക്ക് അറിയാം, ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത്. ബട്ട് ആളുകളെ പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിക്കാൻ കഴിഞ്ഞാൽ അവരൊക്കെ സ്നേഹമുള്ളവരായി മാറും. എത്ര പരിഗണിച്ചാലും എത്രയൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാലും ഒരു മൊമെന്റിൽ പറയും, ഓളുണ്ടായിനിയപ്പോൾ എനിക്ക് ഭയങ്കര സുഖമായിരുന്നു കേട്ടോ എന്ന് നമ്മളെ കുറിച്ച് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പറയും. ഓക്കെ, ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എപ്പോഴും നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ആർദ്രതയോടുള്ള ഒരു നോട്ടം മതിയാകും, ഒരു സ്നേഹത്തോടെയുള്ളൊരു പുഞ്ചിരി മതി, ഒരു നനുത്ത ഒരു സ്പർശനം മതി. ഓക്കെ, ഒരു നല്ല വാക്ക് മതി. ഒരു മനുഷ്യന്റെ ജീവിതം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് മാറ്റാൻ പറ്റും. ചെറിയ കാര്യങ്ങളിലെ വലിയ ലോകത്തെ മാലാഖമാരായി തീരാൻ ശ്രമിക്കുക. പഠിച്ചോണ്ട് അതിന് നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കേട്ടിരുന്നതിന് ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഇല്ല സർ, മാഷാല്ല. ഒരു ഭയങ്കര അടിപൊളി സെഷൻ തന്നെ പറയാൻ പറ്റുമല്ലോ. ഞാൻ ഈ സെഷൻ തുടങ്ങിയ ഇടക്ക് ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പറിൽ നിന്ന് ഇടക്ക് സ്റ്റാറ്റസ് ഇടും. ഞാൻ പോയി സ്റ്റാറ്റസ് ഇട്ട് ചെയ്തായിരുന്നു, ഇഫ് യു ആർ someone who has the time and willingness to rebuild and improve yourself, join today's session. ഇല്യാസ്ക will share wisdom that help you become a നല്ല മനുഷ്യൻ. എൻ്റെ സ്റ്റാറ്റസിനോട് നിങ്ങൾ 100% നീതി പുലർത്തി എന്ന് ഞാൻ പറയും. ഒരു താങ്ക് യു. നല്ല മനുഷ്യനാവുന്നതിന്റെ കുറെ കൂടെ രസങ്ങള്, കുറെ കൂടെ കരുണകള്. ബോബി അച്ഛന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഓർഡിനറി എന്ന ബുക്കിലാന്ന് തോന്നുന്നു, കരുണയാണ് വിശുദ്ധരുടെ കാതൽ എന്ന്. ഇത് പറഞ്ഞിടത്തൊക്കെയും പറഞ്ഞത് അതായിരുന്നു, നിങ്ങൾ ഒന്നും കൂടെ കരുണ കാണിക്കുക ബന്ധങ്ങളില്. ഇവിടെ പേഴ്സണൽ ലൈഫ് ഡിസ്കസ് ചെയ്ത് പോയി, നമ്മൾ പ്രൊഫഷണൽ ലൈഫിൽ ചുറ്റുള്ള മനുഷ്യരിൽ കാണേണ്ട കാര്യങ്ങളില് നമ്മളും ക്രിയേറ്ററും നമ്മളെ പഠിച്ചവനും തമ്മിലുള്ള ബന്ധത്തിൽ വരുന്നുണ്ട് മാറ്റങ്ങള്. അങ്ങനെ നമ്മൾ ഈ ഫ്രൂട്ട് സലാഡ്, നമ്മളെ ഫെസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ എല്ലാവരും പറയലുണ്ട്, ഒരു ഫ്രൂട്ട് സലാഡ് ആയിരുന്നു ഒന്ന് കഴിച്ചത്, എൻ്റെ ജീവിതം മാറ്റാനുള്ള ഒരു റിമൈൻഡർ എനിക്ക് തന്നു. അതുപോലെ നമ്മളെ കുടുംബ ബന്ധങ്ങളിൽ, നമ്മളല്ലാത്ത ജീവിതങ്ങളിൽ നമ്മൾ എന്ന മനുഷ്യനെ അടിപൊളിയാക്കാനുള്ള എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എടുക്ക് ഇല്ലാസ്കൊക്കെ നമുക്കൊക്കെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ഞാൻ സാറേന്ന് ചിലർ വിളിക്കാറുണ്ട്, ചിലർ ഇല്ലാസ്ക അങ്ങനെ അറിയാതെ അത് ഇല്ലാസ്ക വന്ന് സംഭവിച്ചു പോയതാണ്. അഫ്സൽ സാർ പറഞ്ഞിട്ട് ഒരിക്കലും എൻ്റെ ഇല്ലാസ് സാർ എന്ന് പറയുമ്പോൾ എന്തോ അകന്നൊരു ഫീൽ ഉള്ളതാണ് ഇല്ലാസ്ക തന്നെ വിളിച്ചത്. അപ്പോ ഏറ്റവും മനോഹരമായി തന്നിട്ടുണ്ട്. നമ്മളെ നിങ്ങളിൽ വെച്ചതിൽ ഞങ്ങൾ കൃതജ്ഞരാണ്, സംതൃപ്തി ഉള്ളവരാണ്. ഇലിയാസ്കാന്റെ സെഷൻ ഇനിയും വരും ഇൻഷാല്ലാ. നമ്മൾ ചാറ്റ് ബോക്സിൽ ഒരുപാട് ആളുകളെ റിവ്യൂസ് അറിയിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചുതരാം ഓടിച്ചിട്ടിട്ട്. താങ്ക് യു സോ മച്ച്. സ്വയം ഒരാൾ ഒരു വലിയ സംഭവം എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ മീറ്റിൽ കയറുന്നത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഒരുപാട് കാര്യങ്ങൾ മനോഹരമായ രീതിയിൽ പറഞ്ഞു തന്നു. യെസ്, മാഷാ അല്ലാ. എന്ത് പറയും, നമുക്കൊക്കെ അറിയുന്ന കാര്യം, എന്ത് പറയുന്നു നിനക്കായി, എങ്ങനെ പറയുന്നു എന്നുള്ള കാര്യത്താണ് ഇപ്പൊ ഇമ്പോർട്ടന്റ് എന്ന് പറയില്ല നമ്മൾ എന്തെല്ലാരെങ്കിലും. പ്ലീസ് അറേഞ്ച് വൺ മോർ സെഷൻ ഇൻഷാല്ലാ, ഷുവറായിട്ട് വെക്കും. ഒരുപാട് ചിന്തിപ്പിച്ചു. മബ്രൂക്ക്, ജസാക്കല്ലാ, മാഷാല്ലാ മാഷാല്ലാ. ഇനി ഞാൻ ഒരുപാട് പറയുന്നില്ല, കാരണം ഞങ്ങൾ തമ്മിലുള്ള കണക്ഷന്റെ പുറത്ത് ഒരുപാട് പറഞ്ഞു പോവാന്നുള്ള പേരുകളൊക്കെ വരും. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും വന്ന് പറയാം. രണ്ടും മനസ്സും ഒരുപോലെ നിറഞ്ഞു. മാഷാല്ലാ, ബാറക്കല്ലാ. ഹബീബ മാം പറയുന്നുണ്ട് മാഷാല്ലാ. ഞാനും ഫസ്റ്റ് ടൈം ആണ്. നൂർജഹാൻ മാം പറയുന്നുണ്ട് മാഷാല്ലാ. ഇർഫാന മാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, മാം പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ 2-3 ദിവസമായിട്ട് ഒരു പാരന്റിങ് ക്ലാസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യണം. എൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് മോനോട്, ഇപ്പൊ സാറ് പറഞ്ഞത് എനിക്ക്, ഞാൻ കരഞ്ഞ് എൻ്റെ മോനെ കെട്ടിപ്പിടിച്ച് തന്നെ ഞാൻ കരഞ്ഞ്. ആകെ ഒരു 3 വയസ്സുള്ള മോനാണുള്ളത്. സാറ് പറഞ്ഞില്ലേ 3 വയസ്സുള്ള മക്കളായിട്ട് നിങ്ങൾ 30 വയസ്സിൻ്റെ ഇത് കറക്റ്റ് എനിക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ് തന്നെ. കാരണം ഞാൻ ഇങ്ങനെ എൻ്റെ പാരന്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം, എനിക്കിത് ഇങ്ങനെ ആയാൽ ശരിയാവൂല, അല്ലാണ്ട് വെറുതെ ഇങ്ങനെ മക്കളെ പ്രസവിച്ച് പോറ്റിയിട്ട് കാര്യമില്ലല്ലോ, ഇങ്ങനെ വേദനിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട്
ഞാൻ ഫോണിൽ ചാർജ് ഇല്ല, പക്ഷെ ഞാൻ വെച്ചിരുന്നു ക്ലാസ് ഉണ്ടല്ലോ, ഇങ്ങനെ ജോയിൻ ആവാൻ പറഞ്ഞിട്ട് മെസ്സേജ് വന്ന സമയത്ത് വേഗം ജോയിൻ ചെയ്തതാണ്. അന്നേരം ഞാൻ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്നത്, എന്റെ റബ്ബേ. ഞാൻ അതിപ്പോ മോനിനോട് ചോദിക്കും, ഉമ്മ എന്തിനാ കരയുന്നതെന്നൊക്കെ. ഇവനാണെങ്കിൽ എല്ലാം പെട്ടെന്ന് നോട്ട് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. ഇപ്പൊ ഞാനില്ലേ ഇങ്ങനെ വേദന ആക്കി പോവാ. എനിക്കുള്ള എന്തോ ഒരു ദേഷ്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ എന്നെ പറയുന്ന സമയത്ത് എനിക്ക് പ്രഷർ പിടിക്കുക, ഇങ്ങനെ ഒന്നീന് ഞെക്കിക്കളയും. അന്നേരമൊക്കെ എന്നോട് ചോദിക്കും, ഉമ്മ എന്തിനാ എന്നെ നുള്ളിയത്, ഉമ്മ എന്തിനാ എന്നെ അങ്ങനെ ആക്കിയത്, ഉമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ അങ്ങനെയൊക്കെ പറയും. ഇങ്ങനെ ചോദിക്കും, ഉമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ അതാക്കിയത്. അപ്പൊ ഞാൻ വിചാരിക്കുക, പഠിച്ചോനെ 3 വയസ്സിൽ മോനിൽ ഞാൻ ആ ഒരു സമയത്ത് എന്നോട് എന്തൊക്കെയോ ചെയ്തു പോവാ. എന്നിട്ട് ഞാൻ സാറ് പറഞ്ഞില്ല ഇങ്ങനെ മക്കള് പിന്നെ നമ്മളെ സമ്മതം ഇല്ലാണ്ട് പോവും, നമ്മളെ അടുത്തേക്ക് വരൂല, അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഓനെ തന്നെ നോക്കി ഭയങ്കരമായിട്ട് എന്താ പറയാ, എനിക്ക് ഇനി ഒരു പാരന്റിങ് ക്ലാസ് എനിക്ക് വേണ്ട. ഞാൻ ഇന്ന് ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് തീരുമാനങ്ങൾ ഞാൻ എടുത്തു കഴിഞ്ഞു. ഭയങ്കര സന്തോഷമായി. ഞാൻ എന്നിട്ട് രണ്ടു ദിവസം മുന്നൊക്കെ ഞാൻ ഓരോരോ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, ഓൾക്കെല്ലാം ഞാൻ മെസ്സേജ് അയച്ചു, എനിക്ക് അറിയില്ല എന്താ ഇങ്ങനെ വരുന്നത് എന്ന് വെച്ചാൽ. ഞാനും ഭയങ്കര ഞാൻ വെക്കുന്ന സാധനം കറക്റ്റ് അവിടെ വെക്കണം, അതും മാറ്റുന്ന സമയത്ത് എനിക്ക് പ്രശ്നം, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ചെറിയ എന്തെങ്കിലും എടുക്കുന്ന സമയം അപ്പൊ ഇപ്പം തന്നെ അവനോട് ഇങ്ങനെ ചോദിച്ചു, ഉമ്മ ഞാൻ ചാർജർ കൊണ്ട് കളിച്ചോട്ടെ ചോദിച്ചേ. ആ സമയത്ത് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ മോൻ കളിച്ചോ, എന്നിട്ട് പിന്നെ എടുത്തോട്ടെ ഞാൻ പറഞ്ഞാ എടുത്തു. കാരണം അല്ലാത്ത ഞാനാണെങ്കിൽ അവിടെ വെച്ച് പിടിച്ചിട്ട് വാങ്ങും, അങ്ങനെ ഭയങ്കര പ്രഷറാട്ടോ. അതുപോലെ ചോക്ലേറ്റ് എന്നോട് ചെയ്ത് ഞാൻ ഇപ്പൊ തിന്നോട്ടെ, അത്രയും ഓന് ഭയങ്കര പേടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഓൻ എന്നോട് ഒരു ചോക്ലേറ്റ് ഞാൻ ഇപ്പം കഴിച്ചോട്ടെ. അപ്പൊ ഇന്നൊക്കെ എന്നോട് പറഞ്ഞേ, എല്ലാണ്ട് ഓന് 2-3 പ്രാവശ്യം ഇങ്ങനെ പറയേണ്ടി വാശി പിടിച്ച കാര്യം. അപ്പൊ അതിന് എനിക്ക് വെറും വാശി, ഇങ്ങനെ വാശി പിടിക്കുന്ന അങ്ങനെ നല്ല അങ്ങനെ എന്തൊക്കെ പറഞ്ഞു കഴിച്ചാൽ തോന്നി. ഇപ്പൊ 2 പ്രാവശ്യം പറയാതെ പിന്നെ പറയും, എന്നാ ഉമ്മ എന്നിട്ട് പറയും, ഉമ്മ പറയുന്നത് ഞാൻ കേൾക്കും, ഉമ്മ പറയുന്നത് ഞാൻ ചെയ്യും, ഞാൻ നല്ല മോന. അങ്ങനെ പറയുന്നു. മാഷാ അള്ളാ. പിന്നെ എന്തായാലും എനിക്ക് ഒരുപാട് ഭയങ്കര സന്തോഷം എനിക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു, മാഷാല്ല. ഏതോ ഒരു കവിതയുണ്ടല്ലോ അത്, എനിക്ക് തോന്നുന്നില്ലേ ആർദ്ദ, ഞാൻ ഓർക്കുന്നില്ല, പറയുന്നുണ്ട് ഈ വീടൊന്ന് അങ്ങനത്തെ ഒരു മീനിങ് ആണ് വരുന്നത്. ഈ വീടൊന്ന് വലിച്ചു വാരിയിട്ട് തരുമോ, ഇപ്പൊ എന്റെ ചുറ്റുപാടുകൾ ഏറ്റവും മനോഹരമാണ്, ഇപ്പൊ എന്റെ മക്കള് എന്റെ ആരുടെ കവിത എനിക്ക് ഓർക്കും, എനിക്ക് പെട്ടെന്ന് അതാണ് ഇർഫാന മാം പറഞ്ഞ സമയത്ത് ഓർമ്മ വന്നത്. അതുപോലെ നമുക്കൊക്കെ ഉള്ള ഏറ്റവും അടിപൊളിയായി ഇപ്പൊ വന്നൊരു റിയലൈസേഷൻ ഉണ്ടല്ലോ, അത് കൂടെ എന്നും കൊണ്ടുപോകാൻ പറ്റട്ടെ ഇൻഷാല്ലാ. നെക്സ്റ്റ് ആരായിരുന്നു ഫീഡ്ബാക്ക് പറയാൻ വരുന്നത്? ഞാൻ പറയാം. ഓക്കെ, ശിബില മാം വന്നിട്ടുണ്ട്. താങ്ക് യു. നല്ല അടിപൊളി സെക്ഷനായിരുന്നു. നമ്മൾ എന്താ പറയാ, ഒരുപാട് ചിന്തിപ്പിച്ചു. നമ്മളൊന്നുണ്ടല്ലോ ദേഷ്യപ്പെടണമെന്ന് വിചാരിച്ചിട്ട് ഒന്നുമല്ലേ കാരണം ദേഷ്യം വരിക. മക്കളോട് ചെയ്തു പോയതിന് ശേഷം നല്ലോണം സങ്കടം വരും. അവര് നമ്മളെ പറ്റി ഇപ്പൊ സാർ പറഞ്ഞല്ലോ, നമ്മൾ ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ അവരല്ലേ നമ്മളെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെ മക്കള് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ആ ഒരു കരുണ, അതെങ്കിലും കേട്ടപ്പോ സത്യം പറഞ്ഞാലേ എന്താ പറയാ, ഒരുപാട് ചിന്തിച്ചു ഞാൻ ആ ഒരു സമയത്ത്. ശരിയാണല്ലോ അല്ലേ, നമ്മളിപ്പോ എന്താ പറയാ, അവരുടെ ഇത് ആസ്വദിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, എന്താന്നറിയില്ല. നമുക്ക് ആ ഒരു സമയത്ത് ചിലപ്പോ നമ്മുടെ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആവും ഓലോട് തീർക്കണേ, എന്താന്നും അറിയില്ല. ഒരു ജോയിന്റ് ഫാമിലിയിലൊക്കെ പോണ സമയത്തൊക്കെ നമ്മുടെ പ്രഷറൊക്കെ അവിടെ കൊണ്ടുപോയി മക്കളെടുത്താ തീർക്കുക. നമുക്ക് വേറെ ആരും ഇല്ലല്ലോ എന്നുള്ളൊരു തോന്നലില്ല, അവര് നമ്മളതാണല്ലോ. അങ്ങനെയൊക്കെ തോന്നിയിട്ടായിരുന്നു ഇതുവരെ ചെയ്തിരുന്നത്. ശരില്ല, ഇനി എന്താ പറയാ, ഒരുപാട് ചിന്തിപ്പിച്ചു പറയാം. മാഷാ അല്ലാ, നമുക്ക് ഇതൊരു വലിയൊരു മാറ്റങ്ങൾ തന്നെയാണ്. നമുക്ക് മാറ്റങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അടിപൊളി സെക്ഷൻ ആയിരുന്നു. ഇനിയും വേണമെന്ന് തോന്നി പോകുന്നുണ്ട് സാറിന് സെക്ഷൻ. അടിപൊളി. സന്തോഷം. അതെ ഇല്യാസ്ക, ആ ഞാൻ സെഷനിൽ ഫുള്ള് ഞാനില്ല, അതിന്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടേ ഉള്ളതിന് ഒന്ന് ഫ്രഷ് ആവാനും ഒന്ന് ആ ആ ആ ആ ഇരിക്കാനൊക്കെ പോയി. അപ്പൊ ഇത് കേട്ടപ്പോ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, സെഷനെ കാര്യങ്ങൾ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി. സ്റ്റാർട്ടിങ്ങിൽ കുറച്ചു നേരം ഞാൻ ഉണ്ടായിരുന്നു, അപ്പൊ തന്നെ സത്യം പറഞ്ഞാൽ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്, അപ്പൊ പിന്നെ കിടന്ന് ഓഫാക്കിയതാ. പിന്നെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇന്ന് ഞാൻ സത്യം പടച്ചോനാണ് സത്യം, ഇന്ന് ഞാന് അവിടുന്ന് ഒരു തീരുമാനം ഞാൻ എടുത്തിരുന്നു. എനിക്കൊരാള്, ഞാൻ അറിയുന്ന അവിടെ ഇന്ന് കോൺവൊക്കേഷനും പരിപാടികളൊക്കെ നടന്നിരുന്നു. ആ ഇവന്റിൽ ഞാൻ ഇന്ന് പോയിരുന്നെ. അപ്പൊ അറിയുന്ന കുറെ ആൾക്കാരുണ്ട്, നമ്മളെ ഷിബില മാം, നമ്മളെ അബ്ദുൽ ഖാദർ ബ്രോ, കുറെ ആൾക്കാരുണ്ട്, നമ്മളെ സ്റ്റുഡൻസ് തിരിച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഒരു സ്റ്റുഡന്റ് അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയ 2 കോഴ്സ് ചെയ്തിരുന്നു അവര്. പാരന്റിങ്ങിൻ്റെതും വേറെ തോന്നും. അപ്പൊ പാരന്റിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് ആദ്യം വാങ്ങി അത് എന്റെ കയ്യിൽ കൊണ്ടു തന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇതെന്താ എന്റെ കയ്യിൽ തന്നെ കൊണ്ടു തന്ന്, അറിയുന്ന ആൾക്കാർ കുറെ അവിടെ. അപ്പൊ ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കി. അപ്പൊ എന്റെ മനസ്സിൽ വന്നെന്താ അറിയോ,
ഞാനൊരു പാരന്റിങ് സർട്ടിഫിക്കേഷന്റെ കോഴ്സ് തുടങ്ങാൻ സമയമാക്കിയത് ഇതാ പടച്ചോനത് അതിന് പറ്റിയ ആളെന്റെ ഒപ്പം എത്തിച്ചേരുകയും ചെയ്ത് അൽഹംദുലില്ലാ. ഇതാണ് പറയുന്നത്, ഇതാണ് പറയുന്നത് കുൻ ഫയക്കൂൻ. നമ്മളവിടെ നിന്ന് കൊടുത്താ മതി. വാട്ട് യു സീക്കിംഗ് യു. വാട്ട് ഈസ് സീക്കിംഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഏതായാലും ഞാൻ അന്വേഷിച്ച് നടക്കുന്ന ഒരാൾ എന്റെ അടുത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒന്ന് പറഞ്ഞപ്പോ ഇല്യാസ് ഖാനെ ക്ലാസ് എടുക്കാൻ വിളിച്ച്. അപ്പൊ ഇല്യാസ് ഖാന്റെ ഏറ്റവും നിങ്ങൾ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞല്ലോ, ഉമ്മാക്കും ഉപ്പാക്കും ഉമ്മ വെച്ചിട്ട് ഞാൻ ഉപ്പാക്ക് ഉമ്മ വെക്കാൻ എനിക്ക് ഉപ്പാനെ രാവിലെ അധികം കിട്ടല് എന്നൊക്കെ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടാ പോയത്. പക്ഷെ സ്ഥിരമായിട്ട് ഉപ്പ എനിക്ക് കിട്ടല്ല. പക്ഷെ ഉമ്മക്ക് സ്ഥിരമായിട്ട് അൽഹംദുലില്ലാ കൊടുക്കലുണ്ട്. ഇപ്പൊ ഒരു 1 ഇയറിന്റെ ഉള്ളിലായിട്ടല്ലോ കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ട്. അത് പക്ഷെ ഇത് രണ്ടും ചെയ്യുന്ന ഒരാളെ എനിക്ക് കിട്ടിയപ്പോ ഇതിലും നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള വേറൊരാൾ ഉണ്ടാവില്ലല്ലോ അൽഹംദുലില്ലാ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് ഇല്യാസ് ഖാൻ? ഒരാള്. ഒരാൾ. ഓക്കെ, അപ്പൊ അതും ഓക്കെ ആണ്. അപ്പൊ ഇപ്പം ഉം. മക്കളെ നോക്കിയിട്ടും ഉപ്പനോടും ഉമ്മനോടുള്ള പാരന്റിംഗും പഠിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് പിന്നെ നമുക്കൊരു പെയ്ഡ് പരിപാടി നടത്തണം ഇൻഷാ അള്ളാ. ഒരു ഇൻഷാ അല്ലാ. 3 ദിവസത്തെ ക്യാമ്പോ അല്ലെങ്കിൽ ഒരു 3 ദിവസത്തെ അങ്ങനെ ചെറിയ രീതിയിൽ ഒരു പാരന്റിങ്ങിന്റെ ഒരു പ്രോഗ്രാം നടത്തണം. മിസ്ന സെറ്റ് അല്ലേ? തെറ്റ് ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. ഇയാളാണ്. എന്തായാലും നമുക്ക് സന്തോഷം. പഠിക്കാലോ മൂപ്പരെ കയ്യിന്ന്. ഫുള്ള് കണ്ടന്റേ ഉണ്ടാവുള്ളൂ. അതന്നെ അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തിൽ ഇറങ്ങിപ്പോയെ. അല്ലെങ്കിൽ ഞാൻ നോക്കും എന്തോ പ്രശ്നങ്ങൾ ഉണ്ടോന്ന്. ഇത് പിന്നെ എനിക്ക് ധൈര്യത്തിൽ ഏൽപ്പിച്ച് പോവാതായിട്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫുഡോ കഴിച്ച് പോകുന്നത്. ഞാൻ വിശന്നിട്ടേ. ആദ്യം പറഞ്ഞോ ലാസ്റ്റ് വാക്യം കൂടി പറയണം കേട്ടോന്ന്. അങ്ങനെ അതുകൊണ്ട് പറഞ്ഞതല്ല. ഞാൻ 2-3 ഫീഡ്ബാക്കുകൾ ഷിബില മാമിനൊക്കെ ആദ്യം എനിക്ക് അറിയുന്ന ആൾക്കാരെ പോലൊക്കെ അങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും ഇല്ലാണ്ടാവും. ഞാൻ എന്തായാലും റെക്കോർഡിങ് ഞാൻ കേൾക്കും. ഇൻഷാ അല്ലാ. റെക്കോർഡിങ് കേട്ടാലും ഇല്ലെങ്കിൽ നമുക്കൊരു പാരന്റിങ്ങിന്റെ പ്രോഗ്രാം നമുക്ക് ചെയ്യണം. നിങ്ങളെ ഞാൻ ബ്രാൻഡ് ചെയ്തെടുക്കും. നിങ്ങളെ ഞാനൊരു ഫേമസ് പാരന്റിങ് കോച്ച് ആക്കും. ഇൻഷാ അല്ലാ. ഏതായാലും സന്തോഷം, വളരെ സന്തോഷം. വേറെ ആരെങ്കിലും പറഞ്ഞോളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആക്കിയോ മിസ്ന? മിസ്സിന്റെ റെക്കോർഡിങ് ഓഫ് ആയിക്കോളി. ഓഫാക്കാണ്. ഇനി ഇല്യാസ്ക്കൊന്നും പറയാനൊന്നുമില്ലല്ലോ, ഇടയ്ക്കാനോ കാര്യങ്ങളൊന്നും. ഇല്ല. ഇല്ല. ഇനി ബാക്കി നമ്മൾ ഇന്ന് സെഷനിൽ 40 ആളുണ്ടായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് 38, 40, 41 വരെ പോയിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. ഇപ്പോഴും സ്ഥിരമായിട്ട് 38 ആൾക്കാരെ ആൾക്കാർ ഉണ്ട്. ഇല്യാസ്ക ഫാൻസ് ഒന്നും ഇല്യാസ്ക ആർക്കും ഇറക്കിയിട്ടുണ്ടോ? ഇല്ല കേട്ടോ. ഓക്കെ, ഇന്നലെ അടുത്ത ഇന്നത്തെ ശനിയാഴ്ച കാണാം. ടൈമിന് സാറ് പറയുമ്പോഴാണ് സംഭവമാണേ. 9 മണിയായി എന്ന് അറിയണത്. അതുവരെ നമ്മൾ സമയം പോലും നോക്കിയില്ല. അല്ലെ വേറെന്താ എന്ന് ഈ 40 ആളും അല്ലായിരുന്നു ഉണ്ടാവുക. ഞാൻ എന്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടില്ലെന്ന് എന്നോട് മറന്നു പോയിക്കുന്നത്. അതുകൂടി ഇട്ടിന് ഇനിയും ആൾക്കാരുണ്ടാവുമായിരുന്നു. ഞാനും ലേറ്റ് ആയിട്ടാണ് സ്റ്റാറ്റസ് ഇട്ടത്. ഞാനിപ്പോ ഞാനിടെ കോളിലൊക്കെ പോയി. എനിക്ക് ഇപ്പൊ ആൾക്കാരെ നാളത്തെ പ്രോഗ്രാമിൽ നിന്നാണല്ലോ വിളിക്കുക. ആരും പറയാൻ പറ്റില്ല നമുക്ക്. നമ്മളും ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിപ്പോ അവർക്ക് റിപ്ലൈ കൊടുക്കാൻ എന്തായാലും നല്ല സെഷൻ തന്നെയായിരുന്നു. റെക്കോർഡിങ്സ് ഓഫ് ചെയ്യാന്നല്ല. വേറെ ആർക്കെങ്കിലും റെക്കോർഡിങ്ങിലും പറയാനുള്ള ഫീഡ്ബാക്ക് എന്തെങ്കിലും മുട്ടി നിൽക്കുന്നവരുണ്ടെങ്കിൽ പറയാം കേട്ടോ. അതും കൂടെ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സ്സലാം. കേൾക്കുന്ന ഷാനാസ് മാം. കുറച്ച് കഴിഞ്ഞ ആഴ്ച ഒന്നും ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. കുറച്ച് ബിസി ആയി പോയിട്ടാണ്. ഇന്ന് ലേറ്റ് ആയിട്ടാണ് കയറിയതെങ്കിലും വളരെ നല്ല സെഷൻ ആയിരുന്നു. ഞാൻ ഈ നേരത്തെ ഇവര് പറഞ്ഞ പോലെ തന്നെ ഒരു പാരന്റിങ് സെഷൻ അത്യാവശ്യമായിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ക്ലാസ് കേട്ടത്. കാരണം ഇന്ന് ഇവിടെ അങ്ങനത്തെ കുറച്ച് ലീവുള്ള ദിവസമാണല്ലോ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നടക്കുക വീട്ടില് കുട്ടികളും പാരന്റ്സുമായിട്ട്. അപ്പോ അതിനെക്കുറിച്ച് ഞാൻ കാര്യമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആരെ വിളിക്കും, അഫ്സൽ ഖാനെ വിളിച്ചാലോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെ അതൊന്ന് ഓവർകം ചെയ്യും എന്നുള്ളത്. അപ്പൊ ഈ സെഷന് ഞാൻ കുറച്ചേ കേൾക്കാൻ പറ്റിയിട്ടുള്ളൂ. എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താ വെച്ചാൽ വേറെ ഒരു ദിവസം കൂടെ നമുക്ക് ഇല്യാസ് സാറെ കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ഒക്കെ ആയിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മളൊരു കോഴ്സ് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ല ഞാൻ പാരന്റിങ്ങിനായിട്ട് ഒരു കോഴ്സ് തന്നെ ഇറങ്ങാൻ പോവാണ് ഇൻഷാ അള്ളാ. അല്ല ഒന്നാമത്തെ ഇപ്പത്തെ ജനറേഷന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അഫ്സൽക്ക. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരിക്കലും നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടാത്തപ്പോഴുള്ള നമ്മളെങ്ങനെയായിരുന്നു അതുപോലെ അല്ലല്ലോ ഇപ്പത്തെ ജനറേഷൻ. അതിന്റെയൊക്കെ ഒരു ജനറേഷൻ ഗ്യാപ്പിന്റെ ഒരു പ്രശ്നം വല്ലാതെ ഉണ്ട്. അല്ല അത് വേറൊരു കാര്യമുണ്ട് മാം. നമ്മള് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അധികം എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് അൺകണ്ടീഷണാലിറ്റി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതൊക്കെ നമുക്ക് ഏതായാലും അതിലേക്ക് കൊണ്ടുവരാം ഇൻഷാ അള്ളാ. പിന്നെ സെറ്റ് ചെയ്യാം. ഒരു കൂട്ടുകുടുംബോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെയൊക്കെ ആവുമ്പോഴേ അവർക്ക് ഇതൊന്നും ചിലപ്പോ നമ്മൾ കുറെയൊക്കെ ഇതിൽ വരുവാണെങ്കിലും പക്ഷെ അവരും കൂടെ ഉള്ളപ്പോ നമുക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊക്കെ ഒരു
അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ അവിടേക്ക് ഞാൻ എന്താ ചെയ്യുക? രണ്ട് സ്ഥലത്തും നടുവിൽ നിൽക്കുന്ന ആളാണ് നമ്മള്. അപ്പൊ അവിടെ അത് വേറൊരു ജനറേഷനാണ്, ഇവര് വേറൊരു ജനറേഷനാണ്. അങ്ങനെ ഒരു കൺഫ്യൂഷനിലായിരുന്നു ഇന്ന് ആക്ച്വലി ഞാൻ. അപ്പൊ എന്തായാലും ഒരു സെഷനൂടെ പെട്ടെന്ന് വെച്ചാല് നല്ലതായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. നല്ല ഇതിൽ ക്ലാസ് ആയിരുന്നു. ഓക്കെ, സന്തോഷം. ഇതിൽ പറഞ്ഞൊരു കാര്യം കൂടി, അതായത് ഈ ഒരു കൗമാരക്കാരായിട്ടുള്ള കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു ഫാന്റസി ഉണ്ട്, ഒംനിപോറ്റൻ ഫാന്റസി എന്ന് പറയും. അതായത് എനിക്കൊന്നും പറ്റൂല, ഞാനിത് ഇതിലൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികൾ ഉണ്ടില്ലേ മറ്റേ ബൈക്കുമേലൊക്കെ പോണത്, നമ്മളിങ്ങനെ കാണുമ്പോൾ എവിടേക്കാണ് ആ ചങ്ങായി പോണത് എന്ന് തോന്നുന്ന പോലത്തുള്ളത്. അത് കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു ഫാന്റസിയാണ്, ഒംനിപോറ്റൻ ഫാന്റസി എന്ന് പറയും. എനിക്ക് അതായത് എനിക്കിത് എന്റെ കൺട്രോളിലാണ്, അണ്ടർ മൈ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ അതിന് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗമാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലായിബു സബുക, അദ്ദിബു സബുക, വസ്വാഹിബു സബുക. ആദ്യത്തെ 7 വയസ്സ് വരെ അവരോട് കൂടെ നിങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ പിന്നുള്ള 7 വയസ്സ് വരെ, അതായത് 14 വയസ്സ് വരെ നിങ്ങൾക്ക് അദബ് പഠിപ്പിക്കാൻ എളുപ്പമായിരിക്കും. പിന്നുള്ള ഒരു 21 വയസ്സ് വരെ പിന്നെ അവർക്ക് നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് നൽകി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവരെ പിന്നാലെ നടക്കേണ്ട ആവശ്യം ഉണ്ടാകൂല. അവര് നിങ്ങളോട് ചേർന്ന് നിൽക്കും, നിങ്ങൾ അവരോട് ചേർന്ന് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിലും. അത്ര മതി, സിമ്പിളാണ്. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് ഈ ആദ്യത്തെ 7 എന്നുള്ളത് കഴിയൂല, കൺട്രോൾ ചെയ്യാൻ പറ്റൂല. പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സ്വയം നല്ലൊരു മനുഷ്യനാവുകയും ചെയ്യും, നല്ലൊരു പാരന്റ് ആവുകയും ചെയ്യും, നമ്മുടെ മക്കളും നന്നാകും. ഇൻഷാ അല്ലാഹ്. പറ്റട്ടെ, സന്തോഷം. നമ്മളെ ഈ ആദ്യത്തെ 7 എന്ന് പറയുന്ന എന്റെ 3 കുട്ടികളെ ആ സമയം കഴിഞ്ഞു. ആ സമയത്ത് എന്ന് പറയുമ്പോ എനിക്ക് ഇപ്പൊ ഉള്ള പക്വത ആ സമയത്ത് എനിക്കും ഇല്ല. ഇപ്പം നമ്മൾ നല്ലോണം കൺട്രോൾ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ ഒരു 19-20 വയസ്സിന് ശേഷം എന്ന് പറയുമ്പോൾ അവിടെയാണ് പ്രശ്നം. ഇനിയിപ്പൊ എന്താ ചെയ്യാന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അത്രേ ഉള്ളൂ. അല്ല, ഇനിയിപ്പോ അത് രണ്ടും കൂടി ഒരുമിച്ച് കൊടുത്താൽ മതി. സ്നേഹവും അദബും എല്ലാവർക്കും കൊടുത്താൽ മതി. സ്നേഹത്തോടെ കൂടെ അത് പഠിപ്പിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ്. താങ്ക് യു. ഞാൻ ഇല്യാസ് സാർ ഒന്ന് കോൺടാക്ട് ചെയ്യുന്നു കേട്ടോ. അത് എനിക്ക് ആവശ്യത്തിനല്ല, കോളേജിൽ വേറെ ചെറിയ റിസർച്ച് വർക്ക് ഉണ്ട്. ഇൻഷാ അല്ലാ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഹലോ, അസ്സലാമലൈക്കും. ഞാൻ ഇലിയാസ് ഖാന്റെ ക്ലാസ് ഉണ്ട്, ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ റിഫ മാം, നമ്മള് ടീമത്തെ റിഫ പറഞ്ഞോളൂ. ഇലിയാസ് ഖാന്റെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് വയ്യായിരുന്നു. അപ്പോൾ ആ തിരക്കിന്റെ ഇടയിലും ഞാൻ ക്ലാസ്സിന് വേണ്ടി ഇരുന്ന് ഭയങ്കര അടിപൊളി ക്ലാസ് ആയിരുന്നു. എനിക്കൊരു വയസ്സുള്ള മോളാ ഉള്ളത്. അപ്പോൾ ആളെ വാശിയും കാര്യങ്ങളും, അപ്പോൾ അതേപോലെ ഇടക്ക് രാത്രി ഇങ്ങനെ ഫീഡ് ചെയ്യാനൊക്കെ എണീക്കുമ്പോൾ ഇടക്ക് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലിപ്പോ പാരന്റ്സ് ഉള്ളവർക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ ഓരോ കാര്യങ്ങളും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടും, അതേപോലെ തന്നെ എല്ലാ മേഖലകളും പാരന്റ്സ് ആണെന്നുണ്ടെങ്കിലും ഇൻലോസ് ആണെന്നുണ്ടെങ്കിലും എല്ലാ മേഖലകളും ഭയങ്കര കണക്റ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര എന്താ പറയാ, ഹൃദയത്തിലേക്ക് കയറിയ ക്ലാസ് എന്ന് പറയൂലേ, അത്ര അടിപൊളി ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു റിഫ, താങ്ക് യു സോ മച്ച്. റിഫ, ഇപ്പം ബേബിക്ക് ഓക്കെ ആണോ? കുറവുണ്ടോ? ഇപ്പൊ കുറവുണ്ട്, അൽഹംദുലില്ലാ, ഓക്കെയാണ്. സെറ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഡിസൈനിങ്ങിന് ഇരിക്കണം, പാരന്റിങ് കോഴ്സിന്റെ കോഴ്സ് ഡിസൈനിങ്ങിന് ഇരിക്കാം ഇൻഷാ അല്ലാ. വേറെ ആരെങ്കിലും? ഇർഫാന മാമിന്റെ മോൻ ഓക്കെ, അവിടെ ഇല്യാസ് കൈകൊണ്ടോ എന്തോ ഇല്യാസ് കാണിക്കുന്നുണ്ട്. ഹായ് ഹായ് ഹായ്. ഇല്യാസ് സാർ, യെസ്, ഇല്യാസ് കാ, പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ വീണ്ടും കയറിയത്. ഒരു 3-4 മാസത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞാല്. നാട്ടിൽ നിന്നൊരു തവണയാണ് മരിയ സാറിന്റെ ക്ലാസ്സിൽ ഞാൻ കയറിയത്. പക്ഷെ ഞാൻ ഇതിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് കേട്ട് ഇങ്ങനെ ഇരുന്നപ്പോ ഓൾറെഡി എനിക്കൊരു മോളാണ്, 8 വയസ്സായി. അപ്പോ എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ ചെയ്ത് പ്രാർത്ഥിയാക്കിയ കാര്യം, മക്കളെ കേൾക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങളത് പറയുകയും ചെയ്തു. അവര് എത്ര തിരക്ക് പിടിച്ച് നിൽക്കുന്ന സമയമാണ് നമ്മൾ കേൾക്കുക എന്നുള്ളത് ഒരു ഇതാണ്. വൈഫ് ചില സമയത്ത് അവളിട്ടൊന്ന് അങ്ങോട്ടും കൂടെ റിയാക്ട് ചെയ്യുമെങ്കിലും, പക്ഷെ ഞാൻ എന്ത് ചെറിയ കാര്യമാണെങ്കിലും കേൾക്കാൻ നിൽക്കും. അതുകൊണ്ട് അവൾക്ക് എന്നിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. ചിലപ്പോ ഒരു കഥ ഉണ്ടാവില്ല, പക്ഷെ അവൾ എന്ത് ചെയ്യും, സംസാരിക്കുമ്പോൾ പറ ഓക്കെ പിന്നെ പറയും. അങ്ങനെ കേട്ട് നിൽക്കുമ്പോ എന്ത് കഥയും മൂപ്പര് എൻ്റെ അടുത്ത് പറയും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞ ഒരാൾ എന്ത് ചെയ്യും, കേൾക്കും. നേരെ മറിച്ച് വൈഫിനായിട്ട് എന്ത് ചെയ്യും, ചില സമയത്തൊക്കെ 1-2 പറയും, അവര് തമ്മിൽ കണ്ട കൊണ്ടൊക്കെ. അപ്പൊ ഇതിൽ ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ മക്കളെ കേൾക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മൾ വെറുതെ വടിയെടുക്കേണ്ട ആവശ്യമില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2 വയസ്സുണ്ടാകുമ്പോഴാണ് തോന്നുന്നുണ്ട് ഞാൻ നമ്മുടെ ലാസ്റ്റ് ആയിട്ടും ആദ്യമായിട്ടും ഒരു
ചൂലിന്റെ ചേർക്കിലെടുത്ത് അടിച്ചത്. പിന്നെ ഇന്ന് വരെ വടി എടുക്കേണ്ടി വന്നിട്ടില്ല. അന്ന് വടി മുറിച്ചിട്ടതാണ് ഞാൻ. അത് നമ്മുടെ ടെമ്പർ തെറ്റിയപ്പോ ഒരു അടി അടിച്ചു, അന്നത്തോടെ നിർത്തി. പക്ഷെ ഇന്ന് വരെ പിന്നെ ഞാൻ വടി എടുത്തിട്ടില്ല. പറഞ്ഞാൽ കേൾക്കുന്നുണ്ട് ആള്. അപ്പൊ മെയിനായിട്ട് നമ്മൾ പാരന്റ്സ് പിള്ളേരെ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇതില്. താങ്ക് യു നിസാർ സർ. ഓക്കെ, നിസാർ സർ ഒരു ട്രെയിനർ ആവാൻ താങ്ക് യു. ആഗ്രഹിക്കുന്ന ആളാണ് കേട്ടോ. നമ്മളെ ബാച്ചിലേക്ക് ഇൻഷാ ഇന്ത്യൻ ടെക്സിന് എൻക്വയറി നടത്തി. അന്ന് തീർച്ചയായിട്ടും ആൾക്ക് എന്തൊക്കെ ഞാന് തിരക്ക് പറഞ്ഞു. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ എന്തായാലും ഉണ്ടാവും. ഞാനൊരു ഇൻഷാ 2-3 മാസം കഴിഞ്ഞാൽ നാട്ടിലെത്തും. ആ എത്തിക്കഴിഞ്ഞാല് ഇൻഷാ പിന്നെ ഇൻഷാ നിങ്ങൾ നമ്മൾ അടുത്ത പ്രോഗ്രാം 2 നോമ്പൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് വരുന്നത്. ഇതിലുള്ള കുറെ ആൾക്കാർ ഇപ്പൊ എൻക്വയറി നടത്തി എന്നാണ് സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോഗ്രാമിൽ വന്നെങ്കിലും പക്ഷെ പുറത്തു നിന്ന് വേറെ ആൾ പറഞ്ഞിട്ടാണ് ആ നിങ്ങളെ കുറിച്ച് വേറെ ആൾ പറഞ്ഞിട്ട് എടുത്ത്. പക്ഷെ അത് അഫ്സൽ മാജിദ് അന്ന് പിന്നീട് പറയുന്നത് നിന്നോട് നല്ല അടിപൊളി ക്ലാസ് ഉണ്ട്, നല്ല ട്രെയിനിങ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പേര് വെച്ച് പറഞ്ഞ് അഫ്സൽ മാജിദ്. ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ഒരു ഗ്രൂപ്പിൽ ഉണ്ട് എന്ന് പറഞ്ഞു. ആരായിരുന്നു പറഞ്ഞേ? കൊല്ലത്തുള്ള ഒരാളാണ്, ഷെഫീല എന്നറിയും. സഫീലെ? ഷെഫീല കൊല്ലം. സഫീല ഇപ്പൊ വാഹിദ് നിങ്ങളുടെ നമ്മളെ പ്രോഗ്രാം ഇപ്പൊ അടുത്താണ് അവര് നിങ്ങളുടെ യൂണിക് എക്സ് ഒരു പ്രോഗ്രാമിലേക്ക് ഇറങ്ങിയത്. ഫാമിലി ആയിട്ട് കോൺവെക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. വന്നിരുന്നു. അപ്പൊ ഞങ്ങൾ വേറൊരു ഗ്രൂപ്പിൽ നിന്നാണ് പരിചയപ്പെട്ടതെങ്കിലും എന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ വേറെ ഒന്നിന് ജോയിൻ ചെയ്തു. പക്ഷെ എന്റെ അടുത്ത് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല യൂണീക്ക് ആണെന്നുള്ളത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പേരെന്താണ് ഗ്രൂപ്പിന്റെ? യൂണീക്ക്. പറഞ്ഞു ഓൾറെഡി ഞാൻ യൂണീക്കിലുണ്ട്, ജോയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. പറഞ്ഞു ധൈര്യമായിട്ട് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാ അടുത്ത ബാച്ചിലൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും ഞാൻ എല്ലാവരും ഉണ്ടാവും. മക്കളൊക്കെ കേൾക്കാനുള്ള സമയം കണ്ടെത്താനില്ലാണ്. ഞാൻ ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, ജീവിതം എന്ന അത്ഭുതം എന്ന് പറഞ്ഞ ഡോക്ടർ വി ഗംഗാധരന്റെ. പറ്റുന്നവരൊക്കെ പറ്റി വാങ്ങി വായിക്കാൻ നിങ്ങളെ ലൈഫിൽ റെസെറ്റായി കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ബുക്കാണ്. അപ്പൊ അന്ന് ഇല്യാസ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ ചെറിയ കാര്യങ്ങളിലെ വലിയ ലോകം എന്ന്, അതെങ്ങനെ സൃഷ്ടിക്കാന്ന് ബുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു ചാപ്റ്റർ ഉണ്ട്, ഒരു കുട്ടി ഡോക്ടറുടെ മക്കളാണ്, അമ്മയും അച്ഛനും ഡോക്ടറാണ്. കുട്ടി പറയുന്നുണ്ട് വയ്യാതെ ക്യാൻസറായി ഭയങ്കര ക്രിട്ടിക്കലായ സമയത്ത് കുട്ടി ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട് ഡോക്ടർ അറിയാതെ. അപ്പൊ അതിന്ന് കിട്ടുന്ന സന്തോഷം എന്തോ ചോദിച്ചു, എന്തിനു ഉപയോഗിക്കുന്നു. അപ്പൊ പറഞ്ഞത് ഇപ്പൊ എന്റെ ഉമ്മ ഇപ്പം എന്റെ അമ്മയും അച്ഛനും വേദനയ്ക്കുണ്ടല്ലോ, ഞാൻ ഈ അവസ്ഥയിലും ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയും, അതാണ് എന്റെ സന്തോഷം. ആ ഡോക്ടർ പറയുന്നത് ഞാൻ ഒരു നിമിഷം കണ്ട് സ്തംഭിച്ചു പോയിന്ന്. അപ്പൊ പറഞ്ഞത് ചെറുപ്പത്തിൽ അവർക്ക് എന്നെ കേൾക്കാൻ സമയമില്ലായിരുന്നു, അവർക്ക് എന്റെ ഒരു ഇമോഷനും കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവർ ഈ ഒരു സന്തോഷമെങ്കിലും ഞാൻ കാണട്ടെ, അതിനുവേണ്ടി ഞാൻ ഡ്രഗ് ഉപയോഗിക്കുന്നത്, അവരുടെ മനസ്സിലുള്ള അവരുടെ ഇടങ്ങാറിനൊക്കെ നിലനിർത്താനാണ്. അവന് സമയമില്ലാതായി കഴിഞ്ഞാൽ പക്ഷേ നമ്മളിലും നാളെ നമ്മളെ മക്കളാവാം അല്ലെങ്കിൽ നമ്മളാവാം ആ ഒരു കുട്ടിയുടെ സ്റ്റേജിൽ ഉണ്ടാവാം. നല്ല ബുക്കാണ് കേട്ടോ. കുറെ അധ്യായങ്ങളുണ്ട്, നമുക്ക് ഫാമിലി ലൈഫിനോട് എല്ലാത്തിനോടും കണക്ട് ചെയ്യാൻ പറ്റുന്നു. ജീവിതം എന്ന അത്ഭുതം എനിക്ക് തോന്നുന്നു 330 അങ്ങനെ എങ്ങാണ്ടാണ് വില വരുന്നത്. ഒരു അസറ്റ് ആയിട്ട് കൊണ്ടെടുക്കാൻ പറ്റും. കുറെ കഥകളൊക്കെ അനുഭവങ്ങൾ പറയുന്ന ഒരു പുസ്തകം. ജസ്റ്റ് ഓർമ്മ പറഞ്ഞാണ് കേട്ടോ. നെക്സ്റ്റ് ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാൻ വരുന്നവരുണ്ടോ? ഇനി ഞാൻ പറയാം കൊറേ നേരമായിട്ട് നിൽക്കണേ. ഞാൻ പറയട്ടെ, ഞാൻ 3ാം ക്ലാസ്സിലാണ് ലാസ്റ്റ് ആയിട്ട് ഒരു റിഗ്രറ്റ് ചെയ്ത ഒരു സമയം എന്ന് പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് യൂസ് ചെയ്യാന് കഴിഞ്ഞിട്ടും ഞാൻ യൂസ് ചെയ്യാതെ പോയതിന്റെ ഒരു വിഷമം. അതേപോലെ ഇനി ഈ ഒരു മൊമെന്റ് ആക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. ഓൾറെഡി കഴിഞ്ഞ സെഷനിൽ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ സെഷനിലും ഇല്യാസ് ഖാന്റെ വേർഡ്സ് കേൾക്കുന്ന ആളാണ്. അതായത് ഫീഡ്ബാക്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകട്ടോ, എന്തെങ്കിലും ഒരു സെന്റൻസ് ഒക്കെ പറഞ്ഞിട്ട് പോകുള്ളൂ. പക്ഷെ അത് നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കും. ഇപ്പൊ ലാസ്റ്റ് സെഷനിൽ എന്റെ ഒരു ഡൗട്ടിനെ ഇല്യാസ്ക്കാണ് ആൻസർ ചെയ്തത്, ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ അപ്പൊ തൊട്ടിട്ട് ഞാന് റിമൈൻഡർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ശനിയാഴ്ച കേറിയിരിക്കും, എന്ത് വന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇരിക്കാം. ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെയാണ്. ഇല്യാസ് ഖാന്റെ സെഷനാന്ന് കണ്ടപ്പോ റിമൈൻഡർ വെച്ചിട്ട് അവരെ തന്നെ ആയിരിക്കും പല ആൾക്കാരും. എക്സ്പെക്ട് ചെയ്ത് തന്നെ കിട്ടി, എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ കിട്ടിയാണെങ്കിൽ പറയാം. ഞാൻ ഇപ്പൊ ഇന്ന് കൂടുതൽ ഇല്യാസ് ഖാ പാരന്റിങ് അല്ലെങ്കിൽ പാരന്റ്സ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇമ്പോർട്ടൻസ് പറഞ്ഞുകൊണ്ട് പറയാം കേട്ടോ. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ആള് എന്നോട് എപ്പോഴും പറയും എനിക്ക് എന്റെ ഉപ്പാന്റെ പോലെ ഒരു പാർട്ട്ണറിനെ കിട്ടാനാണ് ആഗ്രഹം എന്ന്. അപ്പൊ ഞാൻ ചോദിക്കും എന്താ, എന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും പോലെ ആകണം എന്നാണ് എനിക്ക് ആഗ്രഹം. നാളെ എന്നും എന്നോട് പറയും. ആളുടെ റോൾ മോഡൽ അവരുടെ പാരന്റ്സ് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് സംഭവം, ഇതെന്താ എന്നും എന്നോട് ഇങ്ങനെ റിപ്പീറ്റഡ്ലി ഇവൾ ഇതാ പറയാ കൂടുതല്. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചപ്പോ അവൾ എന്നോട് പറഞ്ഞ കാര്യം, അവളുടെ ഉപ്പ അവൾക്ക് ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് മുന്നേ അവൾക്ക് ആഗ്രഹം തോന്നിയ ഉടനെ മേടിച്ചു കൊടുക്കുത്രേ. അപ്പൊ അവളുടെ ഉമ്മ ചോദിക്കൂത്രേ എന്തിനാ അതിങ്ങനെ മേടിച്ചു കൊടുക്കുന്നത്, മക്കളെ ചീത്താക്കരുത്, അല്ലെങ്കിൽ മക്കൾക്ക് ആഗ്രഹിക്കുമ്പോഴത്തേനും ഇങ്ങനെ മേടിച്ചു കൊടുത്താൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ അവളോട് പറയും. അപ്പോ അവളുടെ ഉപ്പ പറഞ്ഞ ഒരു വാക്കുണ്ട്, അത് അവളുടെ മുന്നിൽ വെച്ചിട്ടാ പറഞ്ഞത്. അതാണ് അവളെ ഏറ്റവും കൂടുതൽ അവളുടെ പാരന്റ്സ് അല്ലെങ്കിൽ അവളുടെ ഉപ്പാനെ അവള് എന്താ പറയാ അങ്ങനത്തെ ഒരാളെ അവളുടെ ലൈഫ് പാർട്ട്ണറായി കിട്ടണമെന്ന് ആഗ്രഹിക്കാനുള്ള കാരണം. അവളുടെ ഉപ്പ പറഞ്ഞത്, ഞാൻ
സ്നേഹം കൊടുക്കേണ്ട സമയത്ത് ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ എന്നേക്കാൾ കൂടുതൽ വേറൊരാളടുത്ത് നിന്ന് സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ എന്റെ മോൾ അങ്ങോട്ട് വഴി തിരിഞ്ഞു പോകുന്നുള്ളത് കൊണ്ടാണ് ഞാൻ സ്നേഹം കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ അവൾ എപ്പോഴും എന്നോട് എന്താ പറയോ, അവൾക്ക് ഇപ്പോ ഇങ്ങനെ റിലേഷൻഷിപ്പോ കാര്യങ്ങളോ അങ്ങനെ പ്രപ്പോസൽ കാര്യങ്ങളൊക്കെ വന്നവള് ഒരു കാര്യം നോക്കാതെ റിജക്ട് ചെയ്യും, നേരിട്ട് റിജക്ട് ചെയ്യും. അപ്പോ എന്താ അവള് പറയുന്നത്, എന്താ അവളുടെ പാരന്റ്സ് അവൾക്ക് അത്രയും പ്യുവർ ഫോം ഓഫ് ലവ് കൊടുക്കുന്നുണ്ട്, അത് അവൾക്ക് ഫീൽ ചെയ്യാനും കഴിയുന്നുണ്ട്. അപ്പൊ ഈ പാരന്റ്സ് ആകുമ്പോ ഏറ്റവും കൂടുതൽ വരുന്ന പ്രശ്നം എന്താ അറിയോ, മക്കൾ ചിലപ്പോ ലവ് കൊടുക്കും. ഇങ്ങനെ പാരന്റിങ് ക്ലാസ് ഒക്കെ കേട്ടിട്ട് മക്കൾക്ക് ചിലപ്പോ ലവ് കൊടുക്കും. പക്ഷെ ആ പാർട്ണർഷിപ്പിന്റെ ഇടയിൽ വരുന്ന സമയത്ത് പാരന്റ്സ് തമ്മിൽ കൊടുക്കേണ്ട ഒരു ലവ് ഉണ്ടല്ലോ, അതായത് അവര് തമ്മിലുള്ള ഒരു ഇഷ്ടം ഉണ്ടല്ലോ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, എപ്പോഴും കുറയും. അതെന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇവളുടെ ഉമ്മ ഉപ്പ കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായിട്ട് ഇപ്പോഴും അവര് നൈറ്റ് ഡ്രൈവ് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കളൊക്കെ ഉറങ്ങുകയാണെങ്കിലും അവര് നൈറ്റ് ഡ്രൈവ് പോവാറുണ്ട് ഇത്രേ. അപ്പൊ അവളിങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര, ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു. കാരണം എന്റെ വീട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഞാനും ഉപ്പയും ഉമ്മയൊക്കെ ഭയങ്കര ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അവളിങ്ങനെ പറഞ്ഞപ്പോ ഓ സംഭവം അടിപൊളിയാണ് മാഷാ അല്ലാ. അപ്പൊ അവൾ ഇത് കണ്ടിട്ടാ വളരുന്നത്. ഓട്ടോമാറ്റിക്കലി ആ കുട്ടികളും അങ്ങനെ തന്നെ ആവും. നമ്മളിപ്പോ കുറേ എടുത്തെടുക്കുന്ന വേണ്ട. നേരത്തെ ഇപ്പൊ ഏതൊരു സർ പറഞ്ഞ് ഒരു ആക്റ്റീവ് ലിസണർ ആവാന്നുള്ളത് സത്യാട്ടോ. കുറെ നമ്മള് ഒരു പാരന്റ് ആവാൻ നമ്മള് പലപ്പോഴും നമ്മൾ കോഴ്സുകൾ പഠിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കേട്ട് റിപ്പീറ്റഡ്ലി കേട്ട് അതിൽ നിന്ന് പഠിക്കുന്നേക്കാൾ നല്ലത് എക്സ്പീരിയൻസ് ഒരുപാട് നമ്മൾ ടീച്ച് ചെയ്യും. ഇപ്പൊ ഇല്യാസ് ഖാന്റെ ക്ലാസ്സിൽ നിന്ന് അത്രയും എന്താ പറയാ, ഞാൻ വെയിറ്റ് ചെയ്ത സെഷൻ ആയിരുന്നു. അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഇവിടെ ഇരിക്കുന്നവർക്കും എന്താ പറയാ കുറെ കാര്യങ്ങൾ കിട്ടി. ഇത് നിങ്ങളെ പൊക്കി പറയില്ല കേട്ടോ, കുറെ കാര്യങ്ങൾ കിട്ടി. ആസ് എ സന്തോഷം. ടീനേജർ ഞാൻ ലാസ്റ്റ് കഴിച്ച്, നിങ്ങൾ ലാസ്റ്റ് ഒരു കഥ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞില്ല, ഒരു എക്സ്പീരിയൻസ്, ഒരു ടീനേജർ ഒരു ആ, ലവിനെ കുറിച്ച് ഷെയർ ആ, ആ, ചെയ്ത ആ, ആ. അത് കേട്ടത് ആ ഭയങ്കര എന്താ പറയാ ഉള്ളിൽ ഹിറ്റ് ചെയ്ത സംഭവം കേട്ടോ. ഞാൻ എന്നിട്ട് വീട്ടിലെല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കാരണം അതൊരു ടീനേജറിനുള്ള രീതിക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അൽഹംദുലില്ലാ ഞാൻ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം എനിക്ക് ഇപ്പൊ തന്നെ കിട്ടി. അതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം ഇന്റെ പോലെ എല്ലാവരും എത്തണമെന്നും കൂടി ഇല്ല. അപ്പൊ ഞാൻ എന്റെ മാക്സിമം ഇതിന്റെ ഇതിൽ പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവർക്കും ഈ സോഴ്സ് എത്തിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഇത് റിലേറ്റഡ് കൂടി കേട്ടോ, ഈ അലിയൻസ് മുക്താർ സാർ പറഞ്ഞതാണ്. ഏത് സെഷനിലാ പറഞ്ഞെന്ന് എനിക്കറിയില്ല, യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടപ്പോ വന്ന കേട്ടോ. ബി ഗുഡ് അറ്റ് സംതിങ് ദാറ്റ് ഗീവ്സ് യു ലീസ്റ്റ് അപ്രിസിയേഷൻ. അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നല്ലതാവുക, അപ്രിസിയേഷൻ കുറെ കിട്ടുന്നതായിരിക്കില്ല. അപ്പൊ നല്ലൊരു പാരന്റ് ആവുക എന്നുള്ളതിന് കുറെ അപ്രിസിയേഷൻ ഒന്നും കിട്ടൂല, അല്ലെങ്കിൽ നല്ലൊരു ഹസ്ബൻഡ് ആവാൻ കുറെ അപ്രിസിയേഷൻ കിട്ടൂല, നല്ലൊരു ടീച്ചർ ആവാൻ കിട്ടൂല. പക്ഷെ അത് അത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ പഠിച്ചോന്റെ മുന്നില്, അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് നിങ്ങൾ മരിച്ചു പോകുന്ന സമയത്ത് ഒരു നല്ല ഹ്യൂമൻ ബീങ് ആയിട്ട് പീസ്ഫുൾ ആയിട്ട് മരിച്ചു പോവാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഐഡന്റിറ്റി, നമ്മളെ കുറിച്ച് എന്താണ് ഒരാൾ ആലോചിക്കുന്നത് നമ്മൾ മരിച്ചു കഴിഞ്ഞാല് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ അതാ ചിന്തിക്കാറ്. ഇപ്പൊ ഞാൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും ഇന്നെ കുറിച്ച് ആൾ ആലോചിക്കുക, അത് ഞാൻ ഏത് കാര്യത്തിലും ഡിസിഷൻ എടുക്കുമ്പോൾ ആലോചിക്കുന്നതാ. ഇപ്പൊ ഇല്യാസ് ഖാന്റെ ക്ലാസ് എനിക്ക് അതുകൊണ്ടാണ് ഇത്ര ഇഷ്ടമായത് കേട്ടോ. അതായത് ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റി. ഇപ്പൊ കമന്റ് ബോക്സ് ഫുള്ള് കുറേ പേർക്ക് പറയാനുണ്ട്, കമന്റ് ബോക്സ് ഫുള്ള് ഇതാണ്, പറഞ്ഞാൽ തീരൂല, അത്രയും ഉണ്ട് പറയാന്. എനിവേ താങ്ക് യു സോ മച്ച്, ബാക്കിയുള്ളവർക്ക് ചാൻസ് കൊടുക്കാണ്. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ റിഗ്രറ്റ് ആവും വിചാരിച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഹയ. നമ്മളെ സ്ഥിരം കുട്ടി, നമ്മൾ തന്നെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പറയില്ല, ഇലിയാസ്ഖാനെ പോലെ ഇവിടെ വന്ന് കുറെ കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞു പോകുന്ന ഫീഡ്ബാക്കിൽ ഇന്ന് പരിചിതമായിട്ടുള്ള മുഖമാണ് ഹയ എന്നുള്ളത്. ഇപ്പൊ എന്റെ ഉമ്മ അപ്പുറത്ത് ഇങ്ങനെ പറയണതായിരുന്നു, ആ ഹയ വന്നു ഹയ വന്നു, ആ ഒരു പേര് കോമൺ ആയിപ്പോയി സ്ഥിരമായിട്ട് ഇന്ന് കേൾക്കുമ്പോ. എന്തായാലും സന്തോഷം. നെക്സ്റ്റ് ആരാ? നമ്മൾ ആയിഷ മാമിന്റെ ക്വസ്റ്റ്യൻ ഞാൻ മറന്നിട്ടില്ല കേട്ടോ, നമുക്ക് ലാസ്റ്റിലേക്ക് പറയാം. പിന്നെ മുബീന മാമ ബുക്കിന്റെ ഫോട്ടോ കാണിക്കുന്നുണ്ടായിരുന്നു, ആ ബുക്ക് തന്നെയാണ് കേട്ടോ അത്, ജീവിതം എന്ന അത്ഭുതം, ഡോക്ടർ വി ഗംഗാധരൻ. ഞാൻ ഹയ സംസാരിക്കുന്നോണ്ടായിരുന്നു അപ്പൊ പിന്നെ പറയാതിരുന്നു. നിങ്ങളിവിടെ കാണിച്ച ബുക്ക് തന്നെയാണ്, സെയിം ബുക്ക് തന്നെയോ? അതെ, അൽഹംദുലില്ലാ മാഷാ അല്ലാ. ഞാൻ ഇല്യാസ് സാറെ ക്ലാസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ ഒരുപാട് സാറിൽ നിന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയില്. അൽഹംദുലില്ലാ ഞാൻ ആഗ്രഹിച്ചത് തന്നെ എനിക്ക് കിട്ടി. മോന് 10ാം ക്ലാസ്സിലാണ്. മോന്റെ അടുത്ത് പഠിക്കാൻ ഇങ്ങനെ പറഞ്ഞ് പ്രഷർ ചെയ്യുന്ന ഒരു സമയത്താണ് സാർ അന്നത്തെ ഒരു ക്ലാസ്. അപ്പോൾ ഞാൻ ഒരുപാട് ചിന്തിച്ചു, ഭയങ്കര ടെൻഷനായി ഞാന്. സാർ എന്താ പറയാൻ വാക്കുകളില്ല. സാർ ഇത്രയും ഒരുപാട് എല്ലാ മേഖലയിലും സാർ ഒരുപാട് ചിന്തിപ്പിച്ചു. എന്തായാലും അൽഹംദുലില്ലാ ജസാക്കല്ലാഹ്. സാറെ സെക്ഷൻ ഇനിയും വേണം ഞങ്ങൾക്ക്, ഒരുപാട് ഞങ്ങൾക്ക് കിട്ടാനുണ്ട് സാറിൽ നിന്ന്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ, പറയാൻ വാക്കുകളില്ല സാറേ, അത്രയും അധികം സന്തോഷവും ടെൻഷനും ഒക്കെ കൂടി. അൽഹംദുലില്ലാ. പൈസ ഈടാക്കാനായി കേട്ടോ മജി.
സെഷന് സെഷന് പൈസ വാങ്ങാനാണ് അറിയാ. അതെ അതെ അതെ. ഇല്യാസ് ഒരു പ്രോഗ്രാം ഒക്കെ ലോഞ്ച് ചെയ്തോളൂ. എനിക്കൊന്ന് ഈ വൺ ഡേ ഉണ്ടാവുമല്ലോ ഒരു വിഷയത്തിലുള്ള. അല്ല, ഞാൻ ഇന്നത്തെ ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ പ്രിപ്പയർ ചെയ്യാറില്ല സാധാരണ. ഇന്ന് ഞാൻ കുറച്ച് പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്ത സാധനങ്ങളൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അതിന് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പ്രിപ്പയർ ചെയ്യാത്ത കുറേ കാര്യങ്ങളാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ചില സമയത്ത് പറയണം തോന്നുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും. അത് ഈ ട്രെയിനിങ് മേഖലയിൽ പോകുന്ന സമയത്തൊക്കെ കുറച്ച് പടച്ചവനോടൊന്ന് തവക്കലാക്കി പോയി കഴിഞ്ഞാലുള്ളൊരു ഇതെന്താ വെച്ചാൽ നമ്മുടെ ഇന്റൻഷൻ പൈസ മാത്രം ആവരുത് എന്നുള്ളതാണ്. അതല്ലാതെ ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഇന്റൻഷനിലാണെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ആ വാക്ക് കേൾക്കൽ ആവശ്യമുള്ള ഒരാളെങ്കിലും ആ കൂട്ടത്തിൽ ഉണ്ടാകും. ഇന്ന് ഞാൻ പാരന്റിങ്ങിനെ കുറിച്ചല്ല ഞാൻ ഫോക്കസ് ചെയ്യാൻ വിചാരിച്ചതേ അല്ല. ഞാൻ ആകെ പാരന്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ: മാതാപിതാക്കൾക്ക് കിസ് കൊടുക്കുക ആൻഡ് വൈ മം ഈസ് കൺസിഡറേഷൻ, മം ഹാസ് കൺസിഡറേഷൻ ദാൻ ഡാഡ്. അത്രേ ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ. ആ 3 കാര്യങ്ങൾ പറയാം, ബാക്കി വേറെ എന്തെങ്കിലും പറയാന്നുള്ളതാണ്. ബട്ട് പറഞ്ഞു വന്നപ്പം ഏറെക്കുറെ എനിക്ക് തോന്നുന്നു പാരന്റിങ്ങിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കേൾക്കേണ്ട കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നതിനാലാവണം. ഓക്കെ, അത് എൻ്റെ പ്യൂർ ഇന്റൻഷൻ കൊണ്ടാവൂല, ആ ഇരിക്കുന്ന ആളുകളുടെ പ്യൂർ ഇന്റൻഷൻ കൊണ്ടായിരിക്കും. എന്തായാലും മക്കൾ നന്നാവുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. പഠിച്ചവനെ എല്ലാവരെയും നന്നാക്കട്ടെ ഇൻഷാ അള്ളാ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നാളെ എന്തായാലും ഇൻഷാ അള്ളാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാവരും എന്തായാലും പ്രാർത്ഥിക്കും. എൻ്റെ കുട്ടികളെ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും ഇൻഷാ അള്ളാ. ശരിക്കും സാറ് പിന്നെ നമ്മുടെ അടുത്ത് ചോദിക്കൂല മക്കള്, കുറച്ച് കഴിയുമ്പോ നമ്മളെ അനുവാദം വാങ്ങൂല എന്നൊക്കെ പറയുമ്പോ ശരിക്കും ഭയങ്കരമായിട്ട് ഇമോഷനായി സാറേ. എന്തായാലും സാറ് നാളെ ദുആ ചെയ്യല്ലോ. ഇൻഷാ അള്ളാ, ഇൻഷാ അള്ളാ. സാർ ഒരു കാര്യം പറയണ്ടായിരുന്നു. ഓക്കെ. സാറ് പറഞ്ഞില്ലേ ഉപ്പ സാറിന്റെ മുന്നിലൊക്കെ അറിഞ്ഞപ്പോ സാറ് സന്തോഷിച്ചു എന്നുള്ളത്. യെസ് യെസ് യെസ്. അതുപോലെ എന്റെ ഉപ്പ ഇപ്പൊ ഇല്ല, 12 വർഷമായി മരിച്ചിട്ട്. അപ്പൊ ICU വെച്ചിട്ട് ഉപ്പ ഇതേപോലെ എന്റെ മുന്നിലൊന്ന് കരഞ്ഞിട്ടുണ്ട്. അപ്പോ അത് ഇന്നും എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. സാർ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് എനിക്കത് പ്രൗഡായിട്ട് തോന്നുന്നത്. എന്റെ ഉപ്പാന്റെ വേദന എന്റെ മുന്നിലാണ് കാണിച്ചത് എന്നുള്ളത് ഉള്ള ഒരു പ്രൗഡ് ഇപ്പോഴാണ് തോന്നുന്നത്. പഠിച്ചവരുടെ കബറിടം റാത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ ആമീൻ. ഒരു നെസ്രി മാം നല്ല ചാറ്റ് ബോക്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? അത് എന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന നെസ്രി ആണോ, കോളേജിലുള്ള നെസ്രി ആണോ, അതോ വേറെ ഏതെങ്കിലും നെസ്രി മാം ആണോ? ഞാൻ മിസ്സിന് ആ ബുക്കിന്റെ പേര് ഏതാന്ന് ചോദിച്ചിട്ട് ചോദിച്ചാണ് കേട്ടോ. നോ, ഓക്കെ, ക്ലാസ്സിലുള്ള നെസ്രി അല്ല അല്ലേ? ഓക്കെ. വേറെ ആരെങ്കിലും പറയാനുണ്ടോ? ഫീഡ്ബാക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് കണക്ട് ആയ കാര്യങ്ങള്? ഇല്ലെങ്കിൽ നമുക്ക് റെക്കോർഡിംഗ് ഓഫ് ചെയ്ത് ഐഷ മാമിന്റെ ഡൗട്ടിലേക്ക് കിടക്കാം. വേറെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടായിരുന്നോ ചോദിക്കാനോ പറയാനോ? ഇല്ലേസേക്ക് ഒരു പ്രോഗ്രാം ഒക്കെ ലോഞ്ച് ചെയ്യാൻ സമയമായിട്ടുണ്ടെന്ന് ഞാൻ പറയൂ കേട്ടോ. കാരണം എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ ആവശ്യമുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എക്സ്പെർട്ടൈസിങ് ഒന്നും കൂടെ ടീച്ചിങ് ആയതുകൊണ്ടും ടീച്ചിങ്ങിനെയും അതുപോലെ പുസ്തകം വായിക്കുന്നതിന്റെ ഒരു ഗുണം ഇങ്ങനെ കാണാനുണ്ടായിരുന്നു നമുക്ക് സെഷനിൽ. കുറച്ച് എനിക്ക് സാഹിത്യബന്ധമുള്ളതുകൊണ്ട് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റി. കാരണം വരികൾ ഇങ്ങനെ ചില സംഭവങ്ങള് നിങ്ങൾ പറയുന്നത് നോർമൽ ലാംഗ്വേജിലാണെങ്കിലും ഒരു കവിതന്റെ ടച്ച് അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളറിയാതെ ചേർത്ത് നിർത്തുക, ഈ ഹൃദയങ്ങളെ സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചേർത്ത് നിർത്തുക, ബന്ധങ്ങള്, അങ്ങനത്തെ സംഭവങ്ങള്. അടിപൊളിയായിട്ടുണ്ട്. ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ ഇൻഷാല്ലാ. വേറെ അടുത്തൊന്നും പറയാനില്ല എന്ന് കരുതുന്നത്. നമ്മൾ റെക്കോർഡിങ്സ് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ.